വളരെ മിഡിൽ ക്ലാസ് ഫാമിലി, എല്ലാം നോർമലായി നിൽക്കുന്നു. അച്ഛൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, തകരുന്നു. അച്ഛൻ കാർപ്പൻ്ററാണ്, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, തകരുന്നു. പിന്നെ വീണ്ടും ബിസിനസ്സിലേക്ക് നോക്കുന്നു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് കണ്ടു വളർന്ന ഒരാൾക്ക് എപ്പോഴും ലൈഫിൽ സക്സസ് ആവണമെന്ന് മാത്രമേ ഒരു തോട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ടും ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ടു വളർന്ന എനിക്ക് സക്സസ് ആവണമെന്ന് തന്നെയായിരുന്നു. ആളിന്നും സക്സസ് ആയിട്ടില്ല. പക്ഷേ ഞാൻ ആളിനെ ഫെയിൽ ആവാൻ പിന്നെ സമ്മതിച്ചിട്ടില്ല. സാധാരണ എല്ലാവരും അതിൽ നിന്ന് വരുന്നു, കുറച്ചൊരു ഇൻകം ഒക്കെ ഉണ്ടാക്കുന്നു, വീണ്ടും നല്ലൊരു ജോലി. നമ്മുടെ ഒരു കോൺസെപ്റ്റ് അതാണല്ലോ, നല്ലൊരു ജോലി. ഞാൻ ആ ഡ്രില്ലൊക്കെ പിടിച്ചിട്ട് ഇതിങ്ങനെ അല്ലാതൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് നിൽക്കുക. അതേസമയത്ത് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. അവർ നോക്കുമ്പോൾ അവർ പറഞ്ഞ് കറക്റ്റായി, ഈ 9th ഫെയിലായിട്ട് ഡ്രില്ലും പിടിച്ച് നിൽക്കുന്നു. ഒരു ബാക്ക് ബെഞ്ചർ എങ്ങനെയാണ് മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് വരെ എത്തിയത്? ഞാൻ മിക്കവാറും അച്ഛനെ പോലെ ഒരു കാർപ്പൻ്ററായിട്ട് ഒളിയും കൊട്ടുകൂടി എടുത്തിട്ട് ജോലിക്ക് പോകും. ഗ്രാജുവലി ഒരു ഫാമിലി പേഴ്സണായി മാറും. അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷനിൽ ടോപ്പ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 12th കഴിഞ്ഞ് 6 months കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങിയത് ഇന്നും നിർത്തിയിട്ടില്ല. സോ ആ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായതാണ്, എഡ്യൂക്കേഷൻ ഇറ്റ്സെൽഫ് വോണ്ട് ഹെൽപ്പ് യു, യു നീഡ് പാർട്ട് ടൈം ജോബ്. 9th സ്റ്റാൻഡേർഡ് പാസ്സാവില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരമല്ലേ, അത് ഭയങ്കര ഹൈയാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അങ്കിളിനൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി നിന്നിട്ട് രാവിലെ ഷോപ്പൊക്കെ തൂത്തുടച്ച് എനിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുത്തു. പഠിച്ച് മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം അഡ്വാൻറ്റേജസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ മാർക്ക് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? മാർക്സ് മാത്രം ഒരാളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറല്ല. ബാക്ക് ബെഞ്ചറായിരുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും PhD ഡോക്ടറേറ്റും ഉണ്ട്. എൻ്റെ കൂടെ അല്ല, ഞാൻ ജോലി കൊടുത്ത ആൾക്കാർ അങ്ങനെ പറയുന്ന മോശമല്ലേ? പക്ഷെ അതല്ല എൻ്റെ സത്യം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ റീസെൻ്റ്ലി പറഞ്ഞു, പിള്ളേർ പഠിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, ആ കൂടെ ജോലിക്ക് പോകാൻ പാടില്ല. കാരണം അവരുടെ കോൺസെൻട്രേഷൻ മാറും പാർട്ട് ടൈം ജോലികളിലേക്കൊക്കെ ചെന്നായിരുന്നു. പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലികളിൽ കയറിയ അവിടെ നിന്ന് ബിസിനസ്സുകളിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പറയും പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നതിലല്ല, എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നതിലാണ് കാര്യം എന്നുള്ളത്. എൻ്റെ കൂടെ ഇന്ന് ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം തരാനായിട്ടൊരു ബ്രാൻഡിങ് ആർക്കിടെക്റ്റാണുള്ളത്, ശ്രീനു അനിത ശ്രീകുമാർ. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചു, എൻ്റെ ഫ്യൂച്ചർ ഈ ഒരു കോളേജിൽ മാത്രം ഒതുങ്ങി തീരേണ്ടതല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റേതാകുന്ന നിലയിലേക്ക് എത്താനുണ്ടെന്ന്. ശ്രീനു, വെൽക്കം. ഹായ് ശ്രീനു, ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പഠിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, കോൺസെൻട്രേഷൻ കളയരുത് എന്നുള്ളത്. ശ്രീനു വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലാണ്, എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം തുടങ്ങിയ ഒരാളാണ്. ആ ആളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, പഠിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണോ? വളരെ തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നമ്മൾ കേരളത്തിൽ മാത്രമാണ് അത് ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ചെയ്യുന്നത് ഒരു ഏർണിങ്സിന് വേണ്ടി മാത്രമല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് കിട്ടുന്ന എക്സ്പോഷറാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ്ടേ. എവിടെയാണ് നമ്മുടെ ബുക്കിഷ് നോളജ് മാത്രം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്? ഏതൊരു ഫീൽഡ് എടുത്താലും, നെയിം എനി ഫീൽഡ്, ബുക്കിഷ് നോളജിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അതൊരിക്കലും പ്രാക്ടിക്കലി കംപ്ലീറ്റ് ആവില്ല. നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെ വേണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഇത് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും നമ്മുടെ കേരളത്തിൽ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്, ബുക്ക് നോക്കി പഠിച്ച് കുത്ത് കോമ നോക്കി ആൻസർ എഴുതി മാർക്സ് മേടിക്കണമെന്നുള്ളത്. എന്നാൽ ഒരു വർക്ക് ചെയ്യുന്നൊരു കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യം വരാറില്ല. അവർക്ക് എപ്പോഴും ബുക്കിഷ് നോളജ് അവരുടെ പ്രാക്ടിക്കൽ നോളജായിട്ട് കമ്പൈൻ ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് മാർക്സിൽ മാത്രമല്ല എക്സ്പീരിയൻസിലും ഹൈ ആയിരിക്കും. അങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ മാർക്ക് നമ്മുടെ നാട്ടിൽ പണ്ട് കാലം തൊട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പിള്ളേരുടെ മാർക്ക്. അതായത് ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മളോട് പറയുന്നത് പഠിക്ക് പഠിക്ക് പഠിക്ക്, നല്ല ജോലി, പഠിക്ക് പഠിക്ക് പഠിക്ക്, ഉയരങ്ങളിലെത്തും. ഇപ്പം ശ്രീനു വർഷങ്ങളായിട്ട് ഡൊമസ്റ്റിക്കിൽ ഒരുപാട് പിള്ളേർക്ക് കോളേജ് അഡ്മിഷൻസ് എടുക്കുന്നതാണ്, കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് കമ്പനികൾക്ക്, വിദേശത്തെ പിള്ളേർ പഠിക്കാനായിട്ട് വിടുന്നുണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, പഠിച്ച് മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം അഡ്വാൻറ്റേജസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ മാർക്ക് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? ഓക്കെ, മാർക്സ് കൊണ്ട് അഡ്വാൻറ്റേജ് ഒത്തിരി ഉണ്ട്. അതായത് നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനാണ് മാർക്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ജോലിക്ക് മാർക്സ് മാത്രം ഒരു മേ ബി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മാത്രമാണെന്ന് എനിക്ക് തോന്നാറില്ല. എൻ്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ച ശേഷം ആഫ്റ്റർ 12th ഐ ഹാവ് ഡൺ എ ഡിപ്ലോമ, ഞാനൊരു ഡിഗ്രി ചെയ്തിട്ടുണ്ട്, ഞാൻ മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷേ സ്കൂൾ ഡേയ്സിൽ വളരെ വീക്കായിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ 9th സ്റ്റാൻഡേർഡിൽ 3 times അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായി. അപ്പോൾ മാർക്സിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പാരൻസ് എപ്പോഴും പറയുന്നുണ്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചാലേ സക്സസ് ആവുള്ളൂ. എൻ്റെ പാരൻസിനെ 12th കഴിഞ്ഞ് നോക്കുന്നത് ഞാൻ, എൻ്റെ സിസ്റ്ററിൻ്റെ എഡ്യൂക്കേഷൻ നോക്കിയിരുന്നത് ഞാൻ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇതേ മാർക്സ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. സോ മാർക്സ് മാത്രം ഒരാളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടറല്ല. ബാക്ക് ബെഞ്ചറായിരുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും PhD ഡോക്ടറേറ്റും ഉണ്ട്. എൻ്റെ കൂടെ അല്ല,
ഞാൻ ജോലി കൊടുത്ത ആൾക്കാർക്ക്. അങ്ങനെ പറയുന്ന മോശമല്ലേ? പക്ഷെ അതല്ല എൻ്റെ സത്യം. എക്സാക്ട്ലി. ഇപ്പം എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബാംഗ്ലൂരിൽ ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരാണ്. കാര്യം എനിക്കൊരിക്കലും കോളേജിലേക്ക് ഒരു കാര്യം ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നോർമൽ ആൾക്കാരെ എടുക്കാൻ പറ്റില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ടോപ്പ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് ഡോക്ടറേറ്റ് ഇല്ലല്ലോ, പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കില്ലേ. പക്ഷെ താങ്കൾ മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് എടുത്തു. എക്സാക്ട്ലി. അപ്പോൾ ഒരു ബാക്ക് ബെഞ്ചർ എങ്ങനെയാണ് മൾട്ടിപ്പിൾ മാസ്റ്റേഴ്സ് വരെ എത്തിയത്? എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനത് ഗ്രാജുവലി കൊണ്ടുപോയതാണ്. 9th 10th വരെ ഞാൻ വിചാരിച്ചിരുന്നത് എന്നെക്കൊണ്ട് 10th സ്റ്റാൻഡേർഡ് പാസ്സാവാൻ പറ്റില്ല, ഞാൻ മിക്കവാറും അച്ഛനെ പോലെ ഒരു കാർപ്പൻറ്ററായിട്ട് ഒളിയും കൊട്ടുകൂടി എടുത്തിട്ട് ജോലിക്ക് പോവും, ഗ്രാജുവലി ഒരു ഫാമിലി പേഴ്സണായി മാറും. അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷനിൽ ടോപ്പ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ റിയലൈസേഷൻ ഉണ്ടാക്കിയത് തന്നെ ഞാൻ 12th കഴിഞ്ഞ് നാട്ടിൽ പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കേരളം വേണ്ട, എനിക്ക് കേരളം വിട്ട് എവിടെയാണെങ്കിലും ഓക്കെ, ബിക്കോസ് എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ എഡ്യൂക്കേഷൻ മാത്രം പോരാ എന്ന് അപ്പോഴേ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു തോട്ടാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് അഡ്മിഷൻ എടുക്കുന്നു. അതിൻ്റെ കൂടെ വിത്തിൻ 3 months ഞാൻ പാർട്ട് ടൈം ജോബ് എടുക്കാൻ തുടങ്ങിയതാണ്. ഞാൻ 12th കഴിഞ്ഞ് 6 months കഴിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്, ഇന്നും നിർത്തിയിട്ടില്ല. സോ ആ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായതാണ് എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ് വോണ്ട് ഹെൽപ്പ് യു നീഡ് പാർട്ട് ടൈം ജോബ്. അതിനോടൊപ്പം ഞാൻ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്തതുമില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. ഓരോ പ്രാവശ്യം ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ അത് അഹങ്കാരമായി മാറി. 9th സ്റ്റാൻഡേർഡ് പാസ്സാവില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ മൾട്ടിപ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരമല്ലേ, ഭയങ്കര ഹൈയാ. അഹങ്കാരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ബാക്ക് ബെഞ്ചറുടെ അച്ചീവ്മെന്റ് ആയിട്ട് ആക്ച്വലി അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഈ 12th കഴിയുന്ന സമയത്ത് ട്രാവൽ ആൻഡ് ടൂറിസം ആണോ പഠിക്കാനായിട്ട് പോയത്? എന്താണ് നിങ്ങൾ? അല്ല, ഞാൻ ആക്ച്വലി ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം തന്നെയാണ്. അതൊരു ഡിപ്ലോമ. അന്നത്തെ എത്രയും പെട്ടെന്ന് എഡ്യൂക്കേഷൻ തീർക്കണം, ജോലി ചെയ്യണം, അല്ലാതെ ഈ പഠിച്ച്. ബിക്കോസ് നമ്മുടെ സ്കൂൾ ഡേയ്സിൽ നമ്മുടെ അച്ഛനും അമ്മയും ടീച്ചേഴ്സും പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, നല്ല മാർക്സ് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ സെറ്റാവില്ല, നന്നായി വരില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ബെറ്റർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടില്ല. ഇങ്ങനൊരു കോൺസെപ്റ്റ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു ഒരു ഫേസിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഒരു ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുമെന്നോ നല്ലൊരു ജോബ് കിട്ടുമെന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക, ജോലി കയറുക, ജോലിയിൽ സക്സസ്ഫുൾ ആവുക, ഇത് മാത്രമായിരുന്നു തലയിൽ. അങ്ങനെ ഡിപ്ലോമ എടുക്കുന്ന സമയത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. ഈ ജോലി ചെയ്യുന്ന സമയത്ത് മനസ്സിലായി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാക്ട്ലി. അതെങ്ങനെ? എക്സ്പീരിയൻസ് മാത്രം പോരാ, രണ്ടും വേണം. ഞാൻ ഇന്ന് 9th സ്റ്റാൻഡേർഡ് ഫെയിലായിട്ടൊരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറായിട്ട് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ എന്നെ കാണുന്ന രീതിയിൽ ഓക്കെ 9th ഫെയിലായാലും ആൾ സക്സസ് ആയില്ലെങ്കിലോ? 9th ഫെയിലായി സക്സസ് ആയില്ല, യു ആർ എ ഫെയിലിയർ, കംപ്ലീറ്റ് ഫെയിലിയർ. എഡ്യൂക്കേഷനും ഇല്ല, നല്ല ജോലിയും ഇല്ല. നല്ല ജോലി ഇല്ലെങ്കിൽ നല്ല ഫാമിലി ഇല്ല, നല്ല ലൈഫും ഇല്ല. ഇത് കണക്റ്റഡ് ആണല്ലോ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. സോ നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ വളർത്തുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പാരൻസിനോടാണെങ്കിലും സംസാരിക്കാൻ പറയുന്നുണ്ട്, നമ്മളൊരു കുഞ്ഞിനെ കാണുന്ന രീതി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു കുഞ്ഞിനെ കാണുന്നത് എപ്പോഴും നമ്മളെ ഇക്വലൻ്റ് ആയിട്ടാണ്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? ശരിയത്. നിങ്ങളൊരു ചെടി നട്ടിട്ട് വെള്ളം ഒഴിക്കില്ലേ? കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞു, കുറച്ച് വെള്ളം ഒഴിച്ചാൽ കരിഞ്ഞു. സോ ദ റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ കൊടുക്കണമെന്നുള്ളത് ചെടിക്ക് അറിയില്ലല്ലോ, അറിയുള്ളൂ. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് നിങ്ങളല്ലേ. അവനെന്ത് റൈറ്റ് എമൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കണം, നോളജ് കൊടുക്കണം, അവരെന്ത് പഠിക്കണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ. അവരെ അടിച്ചമർത്തി പറയാണ്, നന്നാവില്ലടാ, നീ പഠിച്ചില്ല, നിനക്ക് മാർക്കില്ല, നിനക്ക് ലൈഫില്ല. സോ വാട്ട് ഈസ് ഫീഡിങ് ഇൻ ദർ ഹെഡ്? നിങ്ങൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് മൊത്തം നിങ്ങൾ നന്നാവില്ല എന്നുള്ള നെഗറ്റിവിറ്റിയാണ്. ഇതുകൊണ്ട് ഈ കൊച്ച് എങ്ങനെ നന്നാവും? ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് ചിന്തി എടുത്ത പോലെ തോന്നുന്നു ശ്രീനു, ആണോ? എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് പറയാനായിട്ട് വേറൊരുത്തിൻ്റെ എക്സ്പീരിയൻസ് എടുക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. എനിക്കെന്നെ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ തന്നെ സ്റ്റോറി ഒരു സിനിമയാക്കാനുള്ള കഥ എനിക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്തു തുടങ്ങി. പക്ഷേ പാർട്ട് ടൈം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും അതിൽ നിന്ന് വരുന്നു, കുറച്ചൊരു ഇൻകം ഒക്കെ ഉണ്ടാക്കുന്നു, വീണ്ടും നല്ലൊരു ജോലി. നമ്മുടെ ഒരു കോൺസെപ്റ്റ് അതാണല്ലോ, നല്ലൊരു ജോലി. പക്ഷെ അവിടെ നിന്ന് നേരെ ഒരു ടേൺ എടുത്തിട്ട് താങ്കൾ ബിസിനസ്സിലേക്കാണ് വരുന്നത്. ആ റൂട്ട് എങ്ങനെയായിരുന്നു? ആക്ച്വലി വളരെ സിമ്പിളായിട്ട് റൂട്ടാണ്. നമുക്ക് ചെറുപ്പം മുതലേ ഒരു ഫോക്കസ് ഉണ്ടാവണമെന്ന് പറയില്ലേ, എനിക്ക് ആ ഫോക്കസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇന്ന ആളായി ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നില്ല, കുറേ പൈസ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. ലക്ഷ്യം അതായിരുന്നു. ബിക്കോസ് എന്തെങ്കിലും ഒരു കാര്യം വേണമല്ലോ. അപ്പം വളരെ മിഡിൽ ക്ലാസ് ഫാമിലി, എല്ലാം നോർമലായിരിക്കുന്നു. അച്ഛൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, തകരുന്നു. അച്ഛൻ കാർപ്പൻ്ററാണ്, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു, തകരുന്നു. പിന്നെ വീണ്ടും ബിസിനസ്സിലേക്ക് നോക്കുന്നു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് കണ്ട് വളർന്ന ഒരാൾക്ക് എപ്പോഴും ലൈഫിൽ സക്സസ് ആവണമെന്ന് മാത്രമേ ഒരു തോട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് അതുപോലെ ഹി ഈസ് എ വെരി നൈസ് പേഴ്സൺ, ഹി ഈസ് ട്രൈയിങ് ഔട്ട് തിങ്സ്, എന്നിട്ടും ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കണ്ട് വളർന്ന എനിക്ക് സക്സസ് ആവണമെന്ന് തന്നെയായിരുന്നു. ആളിന്നും സക്സസ് ആയിട്ടില്ല,
പക്ഷേ ഞാൻ ആളിനെ ഫെയിലാവാൻ പിന്നെ സമ്മതിച്ചിട്ടില്ല. സോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഐ ടുക്ക് ഓവർ. എവിടെയാണ് ആൾക്ക് പോയത് അവിടെ ഞാൻ ടേക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ മേക്ക് എ ലോട്ട് ഓഫ് മണി. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഈ ഒരു ഫോക്കസിന് വേണ്ടി ജോലി ചെയ്യണം, വർക്ക് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ബിസിനസ് ചെയ്യൂ, പൈസ ഉണ്ടാക്കൂ. ബിസിനസ് എങ്ങനെ ചെയ്യുക? ബുക്ക് വായിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? വീഡിയോസ് കണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ശരി, ഇറങ്ങുന്നവരൊക്കെ ഉണ്ട്. തിരിച്ചും അവരോടാ പറയേണ്ടത്, ദൈവം ഇറങ്ങരുത്. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. നിങ്ങൾക്ക് ഇനി നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പേഴ്സണെ തന്നെ എടുക്കൂ. അവരെ കണ്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിച്ച് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഫെയിലിയേഴ്സ് നേരിട്ട് അതിനെ റിക്കവർ ചെയ്ത് മുന്നോട്ട് വന്നാലേ നിങ്ങൾക്ക് ബിസിനസ് സക്സസ് ആകാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ലൈഫിലും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം ഫേസ് ചെയ്യാതെ അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റില്ല. മേ ബി അതർ പേഴ്സൺ വിൽ ഹാവ് എ സിമിലർ ഫെയിലിയർ, നിങ്ങൾക്കതായിരിക്കില്ല. സാഹചര്യങ്ങൾ നമ്മുടെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 60-70% ആൾക്കാർക്കും സിമിലർ ഇഷ്യൂസ് ഉണ്ടാവും. ബിക്കോസ് നമ്മളെ വളർത്തുന്ന ഒരു ജയിലിനകത്തിട്ടാണ്. നിങ്ങളുടെ തോട്ട് പ്രോസസ് ഒരു സിമിലർ കാര്യങ്ങളാണ്. പഠിക്കൂ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് 11th എന്താ എടുത്തേ, പിന്നെ ഉറപ്പല്ലേ 12th വാട്ട് ഈസ് ആഫ്റ്റർ 12th കഴിഞ്ഞാൽ വാട്ട് ഈസ് ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞാൽ വാട്ട് ഈസ് ആഫ്റ്റർ പോസ്റ്റ് ഗ്രാജുവേഷൻ. ദ മൊമെൻറ്റ് യു ഡൺ യുവർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ജോലി ജസ്റ്റ് പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ എപ്പോഴാണ് കല്യാണം? കല്യാണം കഴിഞ്ഞാൽ എപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടായി എവിടെ ജോയിൻ ചെയ്യിക്കുക? സോ ഈ സൈക്കിളാണ് നിങ്ങളെ വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ ജനിച്ച് വളരുന്നത് തന്നെ എക്സ്പെക്റ്റേഷൻ്റെ നടുക്കാണ്. യു ഹാവ് ടു ബി ദിസ്, യു ഹാവ് ടു ഡു ദിസ്, യു ഹാവ് ടു ബി ലൈക്ക് ദിസ്. ഒരു കുട്ടി ജനിച്ചാൽ അതെന്താവണം എന്ന് ആഗ്രഹിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ടാവും. ഇല്ല, അവകാശമില്ല. ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ? സോ യോജിക്കുന്നു, എൻ്റെ അടുത്ത് ഞാൻ യോജിക്കുന്നു, പൂർണ്ണമായി യോജിക്കുന്നു. അപ്പോൾ കുഞ്ഞെന്താവണം എന്നുള്ളതിന് സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്താൽ പോരെ? അയ്യോ, അങ്ങനെ പറയല്ലേ, നമ്മുടെ സിസ്റ്റത്തിന് കംപ്ലീറ്റ്ലി എതിരാണത്. നിങ്ങൾക്ക് ഡോക്ടറാവാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ജീൻ തന്നെയല്ലേ കുഞ്ഞിന്, അതിനെങ്ങനെ ഡോക്ടറാകാൻ പറ്റും? അയ്യോ, അങ്ങനെ പറയരുത്. ഇവിടുത്തെ പേരൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ജീവിതം എൻ്റെ മക്കളിലൂടെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ സ്വപ്നങ്ങൾ അവർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവർ. അതെ അല്ലേ? സോ യു ഹാഡ് യുവർ ലൈഫ്, യു ruined it. I didn't. No, I mean parents. They ruined it. Okay. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും. മിക്കവാറും. എന്തിനാ അങ്ങനെ അത്രയ്ക്ക് നമ്മൾ ഇതാവണേ? മിക്കവാറും ആളുകൾ അങ്ങനെയാണല്ലോ. മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ സ്കൂൾ മുതൽ അവരെവിടെ എത്തണം എന്ന് വരെ അവരെ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് നമുക്ക് മക്കളുണ്ടായതെന്നും അവർ ചോദിച്ചിട്ടല്ലേ ഈ ലോകത്തിലേക്ക് വന്നതെന്നും മനസ്സിലാക്കാനുള്ള ബോധം. സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ എന്തിനാ കുഞ്ഞിനുണ്ടാക്കിയേ? നിങ്ങളുടെ ജീവിതം രണ്ടാമത് അല്ല, നിങ്ങളുടെ ജീവിതം അവരെ ജീവിക്കുന്ന കണ്ട് നോക്കാനല്ലല്ലോ. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജീവിതം ജീവിച്ചില്ലേ? ലെറ്റ് ദം ലീവ്. അതിനു വേണ്ടിയുള്ള സറൗണ്ടിങ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കൂ. അവർ വളർന്നു വരുമ്പോൾ ഈ നെഗറ്റീവ്സിൽ നിന്ന് അവരെ ഒഴിവാക്കൂ. അവർക്ക് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കൂ. നല്ല എഡ്യൂക്കേഷൻ, ഞാൻ പറയുന്നത് ഹൈ ക്ലാസ് സ്കൂളിൽ കൊണ്ട് ചേർക്കാനല്ല, അത് ചിലപ്പോൾ കൊള്ളുന്നുണ്ടാവില്ല. നല്ല എഡ്യൂക്കേഷൻ, നല്ല ടീച്ചേഴ്സുള്ള സ്കൂൾ കണ്ടുപിടിച്ച് അവരെ ജോയിൻ ചെയ്യിപ്പിക്കും. അവർ ജോയിൻ ചെയ്ത് തിരിച്ച് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് വരുമ്പോൾ അവർക്ക് ഓരോ സബ്ജക്റ്റിന് ട്യൂഷൻസ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കാതെ അവർക്ക് ഫ്രീ മൈൻഡ് കൊടുക്കൂ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് മിസ്റ്റർ ശ്രീനു താങ്കൾ സംസാരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ സാഹചര്യത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചട്ടക്കൂടിനുള്ള ശ്രീനുവിനെ നിർത്തിയില്ല. ഇല്ല, ഒരു പരിധി വരെ എനിക്ക് ഫ്രീ ആയിട്ട് വിട്ടു. അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ ചൂസ് ചെയ്യുക, ബാംഗ്ലൂരേക്ക് പോവുക, അവിടെ 12th വരെ സെയിം സിറ്റുവേഷൻ ആയിരുന്നു. അത് സ്വാഭാവികം. 9th കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഫെയിൽ ആയതല്ല, ഐ ഹാവ് ഇനഫ് ആൻഡ് മോർ മാർക്സ്. എനിക്ക് സ്കൂൾ എക്സ്പെക്ട് ചെയ്ത മാർക്കില്ല. പാരൻസിനോട് പറഞ്ഞു പ്ലീസ് കം ആൻഡ് ടോക്ക് ടു മൈ ടീച്ചേഴ്സ്, ഒന്ന് സംസാരിക്കൂ. സോ ദ പാസ് ഗ്രേഡ് ഈസ് അറൗണ്ട് 33 ആണെങ്കിൽ എനിക്ക് 50+ ഉണ്ട്. അവർക്ക് 60+ ഉണ്ടെങ്കിലേ പാസ്സാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് സംസാരിച്ച് നോക്കൂ. അപ്പോൾ എന്നെക്കാളും മാർക്ക് കുറഞ്ഞ കുട്ടികൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാരൻസ് ഈഗോ അടിച്ചിട്ട് പറഞ്ഞു പറ്റില്ല, നീ പഠിച്ചില്ല, ടീച്ചേഴ്സ് പറയുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞു. ടീച്ചേഴ്സ് ആരാ എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ. ഇത് ഭയങ്കര ഇതായി പോയല്ലോ. 50 വേണമെന്നോ? 60 വേണമെന്ന് പറഞ്ഞു. 10th, അതായത് എൻ്റെ സ്കൂളിൻ്റെ ഗ്രേഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് 60 വേണമെന്ന് പറഞ്ഞു. ഐ ഡിഡ്ന്റ് ഹാവ് ഇറ്റ്. എനിക്ക് 56 or 57 അങ്ങനെ എന്തുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാരൻസ് എൻ്റെ മാർക്സ് കാർഡ് വലിച്ചെറിഞ്ഞിട്ട് പോയില്ല പറഞ്ഞു. എന്നെ റിപ്പീറ്റ് അടുപ്പിച്ചു. രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഒരു മാർക്ക് കൂടുതൽ കിട്ടിയോളൂ. അപ്പോഴും പറഞ്ഞു പറ്റൂല എന്ന്. ഞാൻ പറഞ്ഞു ഇനി സ്കൂളിൽ പോയില്ല പറഞ്ഞു. രണ്ടാമത്തെ വർഷം സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ബിക്കോസ് എന്നെ കൂടെ പഠിച്ച ആൾക്കാർ വേറെ ക്ലാസ്സിലല്ലേ. ഞാൻ അവിടെ പോയില്ല. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അങ്കിളിനൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി നിന്നിട്ട് രാവിലെ ഷോപ്പൊക്കെ തൂത്ത് ഉടച്ച് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പൈസ എന്താവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളിനൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് അങ്കിളിന് ഇതേ സ്കൂളിലൊരു വർക്ക് കിട്ടി, അവിടുത്തെ നെറ്റ്വർക്കിംഗ്. ഞാനിത് അറിയാതെ ആളുടെ കൂടെ കയറിപ്പോയി.
അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞാൻ വലിയ ബോധർ ചെയ്തില്ല, ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. വലിയ കാര്യത്തിൽ അങ്കിൾ മറ്റേ വർക്കേഴ്സിൻ്റെ അടുത്ത് ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് സൂപ്പർവൈസ് ചെയ്യടാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി. സൂപ്പർവൈസ് ചെയ്ത് ഞാൻ കുറച്ച് കൊളാക്കി. ഞാൻ ആ ഡ്രില്ലൊക്കെ പിടിച്ചിട്ട് ഇതിങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് നിൽക്കുക. അതേ സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. അവർ നോക്കുമ്പോൾ അവർ പറഞ്ഞ് കറക്റ്റായി, ദേ 9th ഫെയിലായിട്ട് ഡ്രില്ലും പിടിച്ച് നിൽക്കുന്നു. ഓ കറക്റ്റ് പിക്ചറല്ലേ? ഡാർക്ക്. ഞാനിവിടെ നിന്നിട്ട് ഈ ഭൂമി ഒന്ന് പിളർന്ന് Just ചെറിയൊരു gap എനിക്ക് ഇറങ്ങാൻ. ഞാനൊന്ന് താഴേക്ക് ഇറങ്ങി പോയിരുന്നു. എനിക്ക് സമാധാനത്തിൽ ചത്താൽ മതി, എനിക്ക് ഇവിടെ ജീവിക്കണ്ട. ആ സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ഉരുകുക. അപ്പോൾ ഞാനിങ്ങനെ മറ്റേ ഗണ്ണൊക്കെ പിടിക്കുന്നവരെ ഡ്രില്ലും പിടിച്ചിട്ട് പ്ലീസ് ഡോണ്ട് ലുക്ക് അറ്റ് മീ, ഐ ഡോണ്ട് നോ ഹൂ യു ആർ. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ എന്നെ പുച്ഛത്തോടെ നോക്കുന്നുണ്ട്. ഒരു ടീച്ചർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ, ഞാൻ ഒന്നില്ല. അപ്പോഴത്തെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു. അപ്പോൾ കളഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് വന്നു. ഞാൻ അത് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ആ സിറ്റുവേഷൻ കവറപ്പ് ചെയ്തു. നെക്സ്റ്റ് 3 days അവിടുത്തെ വർക്കിന് ഞാൻ പോയില്ല. അങ്ങനെ പോയി. ഒരു നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളും ഇന്ത്യൻ എംബസിയിലെ ഒരാളും കൂടി ഈ ഷോപ്പിലേക്ക് ഗ്രാജുവലി കയറി വന്നു. ഞാൻ ബ്രൂമും പിടിച്ചേക്കുന്നു, ഷോപ്പ് വൃത്തിയാക്കുക. ഡ്രില്ലിനെക്കാളും ഞാൻ ദൈവമേ ഇതിന് അവസാനമില്ലേ എന്നുവെച്ചാൽ ഇവരെന്നെ എന്ത് കേസ് ചെയ്തോ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുക ഇതിനൊരു അവസാനമില്ല, ഇവർക്കൊക്കെ പൊക്കൂടെ. ഞാൻ എന്ത് ചെയ്തു, ആ കണ്ട ബ്രൂമിനെടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഷോപ്പിനകത്തോട്ട് കയറി പോയി. തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ അകത്തുനിന്ന് പുറത്തേക്ക് വന്നതല്ല. നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് ഇന്ത്യൻ എംബസിയിൽ നിന്ന് വീട്ടിലേക്ക് കോൾ വന്നു. ശ്രീനുവിൻ്റെ ഫാദറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ സ്കൂളിലേക്ക് പോയപ്പോൾ ഞാൻ നോക്കിയ ഒരു ബോർഡ് മെമ്പേഴ്സ് മൊത്തം എന്നെ അച്ഛനെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒമാനിലാണ് പഠിച്ചത്. അപ്പോൾ ഇന്ത്യൻ സ്കൂൾ മുലദ്ദ എൻ്റെ ട്രോമറ്റൈസ്ഡ് സ്കൂൾ, അവിടെയാണ് ഞാൻ എൻ്റെ ട്രോമറ്റൈസ്ഡ് ആക്കിയ സ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഐ ബിലീവ് സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് ജയിലും അവിടുത്തെ വാർഡൻസ് എല്ലാവരും കൂടെ എന്നെ ടോർച്ചർ ചെയ്ത് കൊല്ലാനായിട്ടുള്ള ആൾക്കാരും അവിടെ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് 1-2 ഏഞ്ചൽസ് വന്ന് ഞാൻ കരകയറി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ത്യൻ എംബസി അവരെ വരുന്നു, സംസാരിക്കുന്നു. അപ്പം പെട്ടെന്ന് അവരെന്നെ കണ്ട ആ ഒരു ഇമ്പാക്റ്റ്, എന്നെ ഡ്രില്ലും പിടിച്ച് കാണുന്നു, ബ്രൂം പിടിച്ച് കാണുന്നു. അപ്പോൾ ഇവർ സിമ്പത്തൈസ്ഡ് ആക്കി, ഐ മീൻ കുറേ സിമ്പതിയൊക്കെ ആയിട്ട് സ്കൂളിൽ ചോദിച്ചപ്പോൾ സ്കൂൾ പറഞ്ഞു എന്നെ കൊണ്ട് ഒഴിവാക്കിക്കൊള്ളില്ല, ഞാൻ പഠിക്കില്ല പറഞ്ഞു. തിരിച്ച് വിളിച്ച് ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഇരുന്ന് അച്ഛനെ ക്യാൻവാസ് ചെയ്യുക. ഞാൻ ആലോചിക്കുക അവരെന്തിനാ ഇങ്ങനെ ചെയ്യണേ, വാട്ട് ഡു ദേ നോ. ഇവർ പറഞ്ഞു എനിക്ക് ഗ്രേഡ്സ് ഇല്ല, ഞാൻ ഫെയിലായെന്ന്. അച്ഛനത് വിശ്വസിച്ചു. സോ ഹീ ജസ്റ്റ് ലെഫ്റ്റ് മീ. ഓക്കെ, ആൾക്ക് അതിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ, ആൾക്ക് മനസ്സിലായില്ല എന്താ കാര്യമെന്ന്. ഹീ ജസ്റ്റ് ലെഫ്റ്റ് മീ. പിന്നെ ആവശ്യത്തിന് ഇല്ലാത്തതായിട്ടുള്ള കുറേ നെഗറ്റീവ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ ഹീ തോട്ട് ഐ ആം ഗുഡ് ഫോർ നത്തിങ്. അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ കംപ്ലീറ്റ്ലി എന്നെ ഇഗ്നോർ ചെയ്തു. ഇനി രണ്ടാമത് വിളിച്ചിരുത്തി അച്ഛനെ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ സ്കൂളിന് നാണക്കേടാണ്, മോൻ അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു വരില്ല. ഓക്കെ, യു ഗെറ്റ് മീ ഇൻ 10th, ഞാൻ വരാം. തിരിച്ച് 9th ഇരുന്ന് എന്നെ കൊന്നാൽ ഞാൻ വരില്ല പറഞ്ഞു. പക്ഷേ വീണ്ടും 9th തന്നെ ഇരുത്തി. 3rd ടൈം ജൂനിയേഴ്സിൻ്റെ കൂടെ. എൻ്റെ സ്കൂളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസ്മേറ്റ്സ് ഉള്ളത്. എത്ര ബാച്ചിൻ്റെ കൂടെ പഠിച്ച് ഞാൻ ഒരു തവണയൊക്കെ കേട്ടിട്ടുള്ളൂ അല്ലേ? തേർഡ് ടൈമൊക്കെ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടിൻ്റെ കോരാണ് അല്ലേ? മാക്സിമം ആയി. ഞാൻ ചോദിച്ചു ദൈവമേ ഈ ഭൂമി പൊട്ടുമെന്ന് തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും ഇല്ല 2 ദിവസം പോയി, പിന്നെ പറ്റുന്നില്ല, ഇൻസൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോയില്ല, മുങ്ങി. സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോകും, എവിടെയെങ്കിലും ഇറങ്ങി പോകും. അത് പിടിച്ചു. സ്കൂൾ യൂണിഫോമിലല്ലേ പോകുന്നത്. ഇന്ത്യ ഇവിടത്തെ പോലെയല്ല, പുറത്തെ യൂണിഫോം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ സ്കൂൾ ടൈമിൽ ഒരു കുട്ടി യൂണിഫോം ഇട്ട് കറങ്ങി നടക്കുന്നത് സ്വാഭാവികമായിട്ട് കണ്ടുപിടിച്ചു. അതും കണ്ടുപിടിച്ച് സ്കൂളിൽ കംപ്ലയിൻറ്റ് പോയി, എൻ്റെ വീട്ടിലേക്ക് ക്വസ്റ്റ്യൻ പോയി. തിരിച്ചു വന്നപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എവിടെയായിരുന്നു? സ്കൂളിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ശ്രീനുവിനെ അറിയുന്ന എല്ലാവരും വിചാരിച്ചത് ഒരു കാലത്ത് നന്നാവത്തില്ലാത്തൊരുത്തനെന്ന്. ഞാൻ ഇന്ന് അതിന് അല്ലേ അങ്ങനെയല്ല ആളുകൾ കരുതി കാണുക. കാരണം ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകാണ്ട് പുറത്തിറങ്ങി നടക്കുക, 3-ാം വർഷം പഠിക്കേണ്ടി വരിക, 9 പാസ്. സാധാരണക്കാരനെ എങ്ങനെ നിങ്ങൾ കൊല്ലാമെന്നാണ് ഇത് പറയുന്നത് അല്ലേ? അല്ലേ? ഒരു നല്ല പാരൻസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പാരൻസ് നല്ല പാരൻസാണ്, പക്ഷെ അവർക്ക് ഇത് മനസ്സിലാക്കാൻ അവരുടെ വിചാരിക്കും ടീച്ചേഴ്സ് എന്ത് പറയുന്നു അതായിരിക്കും കറക്റ്റ്. ശരിയായിരിക്കും. കാരണം മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, സ്റ്റുഡൻസിൻ്റെ നന്മയ്ക്ക് വേണ്ടി ടീച്ചേഴ്സ് ചിന്തിക്കുന്നു മാത്രമല്ല. അങ്ങോട്ട് പൈസ കൊടുത്ത് സ്കൂളിൽ കൊണ്ടാക്കി ഞങ്ങളെ നന്നാക്കണമെന്നുള്ള ഉത്തരവാദിത്തമുള്ള ടീച്ചേഴ്സ് ഞങ്ങൾ നന്നാവില്ല എന്ന് പാരൻസിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു. പിന്നെ എന്തിനാ അങ്ങോട്ട് പൈസ കൊടുത്ത് സ്കൂളിൽ പോകുന്ന, വീട്ടിൽ ഇരുന്നാൽ പോരെ. എന്നിട്ട് ഞാൻ എങ്ങനെ അവസാനം 9 പാസ്സായി? ആ വാശിക്ക് ഓക്കെ ഞാൻ തിരിച്ചു പോയ സമയത്ത് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. ഞാൻ അന്ന് തന്നെ ഹോൾഡ് ചെയ്ത കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അവരെൻ്റെ അടുത്തൊന്ന് എന്നെ പഠിപ്പിക്കുന്നില്ല കേട്ടോ, എൻ്റെ ക്ലാസ്സിലില്ല. ഈ സ്റ്റാഫ് റൂമിൽ ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് വരുന്ന കുട്ടികളിൽ ഒരാളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഞാൻ. അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം, ഭയങ്കര ഫേമസാണ്. അപ്പോൾ എല്ലാവരും കാണുന്നൊരു രീതിയുണ്ട്, ഇവൻ എന്തിനാണ് സ്കൂളിൽ വരുന്നത്.
അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഡെയിലി നമ്മൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിൽ പോകുന്നവരെയും ഈ ഇൻസൾട്ട് കണ്ടിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ കയറ്റൂല, സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പറയും നിൻ്റെ ഷർട്ട് അയൺ ചെയ്ത് പോരാ, നീ ഇന്ന് ഇവിടെ നിന്നെന്ന് പറയും, വെയിലത്ത് പിടിച്ച് വൈകുന്നേരം വരെ നിർത്തും. ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ വരുമ്പോൾ പറയും നീ ഇന്ന് 10 മിനിറ്റ് ലേറ്റാണ്, അപ്പം ഞാൻ സ്കൂൾ ബസ്സിലാണ്. ട്രോമ. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ്സ് കൊണ്ട് തന്നെ ഇങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളി വെച്ച് അന്ന് ഈ തെറാപ്പി സെഷനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞാനൊരു സൈക്കോ ആയിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ തോന്നി. ഇത് കഴിഞ്ഞ് ക്ലാസ് റൂമിൽ പോകുന്നു എങ്ങനെയൊക്കെ. അപ്പോൾ എന്നെ പഠിപ്പിക്കാത്ത കുറച്ച് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് ചുമ്മാ സംസാരിക്കാൻ തുടങ്ങി, ഒരു കാര്യമില്ലാതെ. അപ്പോൾ അതിൽ എൻ്റെ അന്ന് മാത്സിൻ്റെ ടീച്ചറാണ് രഞ്ജിനി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തിൻ്റെ പുള്ളി എന്നോട് പറഞ്ഞു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൻ വീട്ടിൽ പോവാം, ഇനി വാ എന്ന് പറഞ്ഞു. എന്നെ പുള്ളിക്കാരത്തി വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ മാം ഹസ്ബൻഡ് ഒരു മോനൊക്കെ ഉണ്ട്, അങ്ങനെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ചായ കിട്ടുന്നു, ഒരു കാര്യമില്ല കേട്ടോ, ചുമ്മാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. എൻ്റെ ഫസ്റ്റ് തെറാപ്പി സെഷൻ ഐ ബ്രോക്ക് ഔട്ട് കംപ്ലീറ്റ്ലി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ എന്തോരം വിഷമം ഉണ്ടായിരുന്നു എന്ന്. ഞാൻ കംപ്ലീറ്റ്ലി അവിടെ ഇരുന്ന് അറിയാണ്ട് പറഞ്ഞു, ആരാന്ന് പോലും അറിയില്ല, ഫസ്റ്റ് ടൈം കാണുന്ന. ഞാൻ അങ്ങനെ കുറേ സംസാരിച്ചു. നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്ത ദിവസം ഇതൊരു റെഗുലറായി. ഒന്നുമില്ല, ചുമ്മാ എന്നെ വീട്ടിൽ പോകും, എന്നെ വീട്ടിൽ വിളിച്ച് പറയും അവൻ എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് വിടാമെന്ന് പറയും. ഞാൻ ഗ്രാജുവലി എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒന്നും പറഞ്ഞു തരില്ല, ചായയൊക്കെ തന്ന് അവിടെ ഇരുത്തി ഞാൻ ആ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കും. ഞാൻ നല്ല മാർക്കോട് കൂടി 9th പാസ്സായി 10th ഓട്ടോമാറ്റിക്കലി, ഞാൻ പോലും അറിഞ്ഞില്ല. ലൈക്ക് ഇപ്പോൾ രഞ്ജിനി മാം എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ 9th ആ വർഷവും ഫെയിലാവുമായിരുന്നു എന്ന് തോന്നുന്നു. ഇല്ല, അവരൊക്കെ പറഞ്ഞ പോലെ ആയിപ്പോയേനെ. കൈൻഡ്നെസ് ഒരു ആളുടെ ജീവിതത്തിൽ എന്തോരം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അങ്ങനെ 1-2 പേരുണ്ട്, ഒരു ജയലാൽ, ഒരു രഞ്ജിനി, ഒരു സുരേഷ്. ഇവരൊക്കെയാണ് എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ. ബാക്കി ഇത് എൻ്റെ സ്കൂൾ വാസ് അഗെയിൻസ്റ്റ് മീ. ഒരു 9th പഠിക്കുന്ന കുട്ടിക്ക് എന്തറിയാം? ഹൗ ക്യാൻ യു ടോർച്ചർ സമ്മൺ ലൈക്ക് ദിസ്? എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമറ്റൈസ്ഡ് ആക്കിയില്ലേ. അത് ടീനേജ് ഇയറിൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ നെർവസ് എല്ലാം ന്യൂറോ കണക്ഷൻസ് മാറുന്നത്. ആക്ച്വലി ഞാൻ ഇന്ന് വരെ ഒരു മെഡിക്കൽ സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല, അത് എൻ്റെ ഭാഗ്യം. അല്ല, അങ്ങനെയല്ല. യു ഡിസൈഡ് നമ്മൾ എന്തായിത്തീരും എന്നുള്ളത് ആ ഒരു സമയത്താണ് നമ്മുടെ ബ്രെയിൻ റീവയർ ചെയ്യുന്നത്. പെട്ടെന്ന് ആ ഒരു സമയത്ത് ഒരാൾ വന്നിരുന്ന് എനിക്ക് പറഞ്ഞുതരാം, ഇതൊന്നുമല്ല നിൻ്റെ ലൈഫ്, നീ മാറും, യു ആർ ഗോയിങ് ടു ആൻസർ ഫോർ ദിസ്. ആ ഒരു സന്തോഷം എനിക്ക് റീസെൻ്റ്ലി കിട്ടി. ഞാൻ ഈ ഇടയ്ക്ക് മീഡിയ കൊണ്ട് ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റഡ് ആയിട്ട് ഒമാനിലേക്ക് പോയി. ഒരു 3 days പ്രോഗ്രാം. ഞാൻ പോയിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു നമുക്ക് സ്കൂളിൽ പോയാലോ എന്ന് ചോദിച്ചു. എനിക്ക് ട്രോമറ്റൈസ്ഡാണ്, പോകാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലം. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൽ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു, ഒരാൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ സ്കൂളിൽ പോയി. ഫോർച്ചുനേറ്റ് ഇനഫ് എന്നെ അന്ന് ടോർച്ചർ ചെയ്ത കുറേ പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. കണ്ടു എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ഹാപ്പി. ദേ ആർ ലൈക്ക് ഓക്കെ യു ഡിഡ് ഇറ്റ്. എന്നാൽ മറ്റു ആൾക്കാർ എന്നെ മുഖത്ത് നോക്കുന്നില്ല. എങ്ങനെ നോക്കും? പീഡിപ്പിച്ചു വിട്ടതല്ലേ. ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റയിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, ദാറ്റ് ബിക്കേം വൈറൽ. അവിടുത്തെ എല്ലാ സ്റ്റുഡൻസും പറയുന്നുണ്ട് ചേട്ടാ ഇപ്പോഴും സെയിം സിറ്റുവേഷനാണ്, ഒരു മാറ്റമില്ലാന്ന്. ഞാൻ എൻ്റെ അന്നത്തെ ലൈഫ് സ്റ്റോറി ചുമ്മാ ഒന്ന് എഴുതിയിട്ടു വെറുതെ. അന്നാണ് എനിക്കൊരു ക്ലോഷർ കിട്ടിയത്. വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. എത്ര വയസ്സായി ഇപ്പോഴും എനിക്കൊരു ക്ലോഷർ കിട്ടി, ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് നമുക്ക് പറയാം, അത് ഫ്യൂവൽ ചെയ്തു മറ്റത് മറിച്ചത്. നമ്മൾ അനുഭവിച്ച ട്രോമ നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും അതിനൊരു പ്രോബ്ലം ചൈൽഡ് എന്ന് വിളിച്ച് വളർത്തിയ കുട്ടിക്ക് മാത്രമാണ് ആ പ്രോബ്ലം ചൈൽഡ്. പിന്നെ നമ്മുടെ അച്ചീവ്മെന്റ്സ് നമുക്കേ മനസ്സിലാവുള്ളൂ. നമുക്ക് ഈ ചെറിയ കുട്ടിയായിരിക്കും, നമുക്ക് 2 ലൈഫുള്ളൂ, ഒന്ന് സ്കൂളും ഒന്ന് വീടും. രണ്ടിടത്തും നമ്മളെ വേണ്ട. സ്കൂളിൽ നമ്മളെ കയറ്റുന്നില്ല, വീട്ടിൽ കയറ്റും പുറത്തിറക്കുന്നില്ല. ഈ ശോക കഥകളിൽ നിന്നാണ് താങ്കൾ ഇന്നൊരു ബ്രാൻഡിങ് ഡയറക്ടറായി മാറിയത്. ഇത് തിരിച്ച് ഞാൻ കൊണ്ടുവരും. അപ്പോൾ അവിടെ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാന്നുള്ള തീരുമാനം എത്തി. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റിയ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ശ്രീനു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വളർച്ചയിലോട്ട് എങ്ങനെ എത്തുന്നത്? ഇത്രയും നെഗറ്റീവ്സ് ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ട് മറ്റൊരാൾക്ക് പോസിറ്റീവ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല? ഐ ക്യാൻ ടെൽ ദം വാട്ട് നോട്ട് ടു ഡു. എൻ്റെ ലൈഫിൽ ഇത്രയും ഫെയിലിയേഴ്സ് വരുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു കൊടുക്കാം. ഡോണ്ട് ഡു ദിസ്. ഞാൻ കൊമേഴ്സ് ചൂസ് ചെയ്ത സമയത്ത് സ്കൂൾ ഒരിക്കലും എല്ലാവർക്കും സയൻസ് ബാച്ച് കൊടുക്കില്ല. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു സയൻസ് വേണമെന്ന്. അതേ സ്കൂള് 9th 3 എന്നെ തോൽപ്പിച്ച സ്കൂൾ എന്നോട് ചോദിച്ചു സയൻസ് തന്നെ എടുത്തുകൂടെ, നിനക്ക് നല്ല മാർക്ക് ഉണ്ടല്ലോ എന്ന്. എനിക്ക് വേണ്ട പറഞ്ഞു. കാര്യം ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ടു ബി എ ഡോക്ടർ ഓർ എഞ്ചിനീയർ. ഇനി എന്തിനാണ് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഞാൻ അന്ന് എല്ലാ ആൾക്കാരെയും എതിർത്തു. സ്കൂളിൽ വീട്ടിലെല്ലാവരും സയൻസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല പറഞ്ഞു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഐ വാസ് ബ്ലാങ്ക്. കൊമേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? യു ക്യാൻ ഡു BBA BCom. അതൊക്കെ 3 വർഷം പഠിക്കണ്ടേ? സോ മെനി സജസ്റ്റഡ് ഗോ ടു ഡു ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഈ പഠിച്ച 2 വർഷം വേസ്റ്റ് ആവും. ഞാൻ അപ്പോഴും അവർ കേട്ടില്ല, ഓൾറെഡി 3 വർഷം വേസ്റ്റ് ആയിട്ടിരിക്കുക, ഇനി വീണ്ടും വേസ്റ്റ് ചെയ്യാനോ? 1 വർഷം കൊണ്ട്. അപ്പോൾ ഞാൻ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ എനിക്ക് പോയ 2 വർഷം 9th 3 times അറ്റൻഡ് ചെയ്തില്ലേ, 2 വർഷം വേസ്റ്റ് അല്ലേ? ഈ 2 വർഷം എനിക്ക് കവറപ്പ് ചെയ്യണം.
സോ ഡിഗ്രി ഈസ് 3 years. എന്തെങ്കിലും ഒരു കാരണം കാണിച്ച് ഒരു വർഷം കൊണ്ട് ഇത് തീർത്താൽ എനിക്ക് എൻ്റെ സീനിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളുടെ അതേ ബാച്ചിലാവാൻ പറ്റും. റൈറ്റ്, അങ്ങനെ ചൂസ് ചെയ്തതാണ് ഒരു ഡിപ്ലോമ. ഒരു വർഷം കൊണ്ട് തീരും. അപ്പോൾ എനിക്ക് ഏജ് കാര്യങ്ങളൊക്കെ കറക്റ്റാവും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ പഠിച്ചു. അതിലേക്ക് വേണ്ടി ഒരു ട്രെയിനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് പറ്റില്ല, ഇതൊരു ഒരു കോഴ്സായിട്ട് എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ആൻ ആഡ് ഓൺ ആണ്. യു നീഡ് എ ഡിഗ്രി, മാൻഡേറ്ററി. അപ്പോൾ എല്ലാ ടീനേജേഴ്സിനെ പോലെ ലവ് അഫെയർസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു കോംപ്ലക്സ് അടിക്കുമല്ലോ. സ്നേഹിക്കുന്ന കുട്ടി ഡോക്ടറാവാൻ പഠിക്കുമ്പോൾ യു കാൺ ബി എ ഡിപ്ലോമ ഹോൾഡർ, റൈറ്റ്? അപ്പോൾ പിന്നെ പറ്റില്ല, എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ജോലി നിർത്തിയിട്ട്, ജോലിക്ക് കയറിയില്ല, ട്രെയിനിങ്ങിൽ കയറിയതുള്ളൂ. നിർത്തിയിട്ട് തിരിച്ചു വന്ന് ഡിഗ്രി പർസ്യൂ ചെയ്യാൻ കയറുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പാർട്ട് ടൈം ജോബ് എടുത്ത്, ബിക്കോസ് എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരാൾക്ക്, മുന്നിൽ വന്നിരിക്കുന്ന ഒരാളിനെ കോഴ്സ് ചൂസ് ചെയ്യാൻ പറയാൻ ഏറ്റവും ഈസി ആയിരിക്കും. കാരണം നമ്മൾ എല്ലാത്തിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ കഥ കേട്ടിട്ട് അവന് പറഞ്ഞു കൊടുക്കാനാണ്. പക്ഷേ ഈ സ്റ്റുഡൻറ്റിൻ്റെ കഥ കേട്ട് പറയുന്നവർ വളരെ കുറവുള്ളൊരു ഫീൽഡിലാണ് താങ്കൾ നിൽക്കുന്നത്. കാരണം ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ആണെങ്കിലും ഇൻ്റർനാഷണൽ അഡ്മിഷൻസ് ആണെങ്കിലും രണ്ടും ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മാർക്കറ്റിലുള്ളൊരു സംസാരം ഇതാണ്, നോട്ട് യു, ഇൻ ജനറൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് അവർക്ക് ഏറ്റവും കമ്മീഷൻ കിട്ടുന്ന കോളേജിലേക്കാണ് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് പറയുന്ന കാലത്ത് ശ്രീനുവിനെ വിശ്വസിക്കാനുള്ള റീസൺ എന്താ? ആക്ച്വലി അത് പറയാൻ പറ്റില്ലല്ലോ. എന്നെ വിശ്വസിക്കുമെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക? അല്ലെങ്കിൽ എത്രയും പേര് വരില്ലല്ലോ, നിങ്ങൾക്ക് ഇത്രയും പേരെ വിടാൻ പറ്റില്ലല്ലോ. എക്സാക്ട്ലി, റൈറ്റ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇന്ന് വരെ ഒരു ബ്രാൻഡിങ് ആക്ടിവിറ്റി ചെയ്തിട്ടില്ല, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പൊതുവേ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരു ടോക്കിനൊക്കെ പോകാറുണ്ടെന്നേ ഉള്ളൂ, അല്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെയുള്ള സക്സസ് എല്ലാം റെഫറൻസ് ആണ്, വേർഡ് ഓഫ് മൗത്ത് ആണ്. അങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് പോകും. ഞാൻ 2021 സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, ഞാൻ കൊറോണ വന്ന് ഭയങ്കര എഫക്റ്റഡ് ആയിട്ട് ഡോക്ടേഴ്സ് പോലും ചാൻസ് ഇല്ല, തട്ടിപ്പോകുമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് കിടക്കുക. അപ്പോൾ ബാംഗ്ലൂരായിരുന്നു, അവിടെ ഞങ്ങൾക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ സ്കോപ്പില്ലാതെ കിടക്കുന്ന സമയത്ത് എന്നെ ഒരു പാരൻറ്റ് വിളിക്കുകയാണ്. അതായത് 2017 എന്തോ പാസ് ഔട്ട് ആയി പോയ ഒരു കുട്ടിയുടെ പാരൻറ്റ് ചുമ്മാ വിളിക്കുക, എവിടെയാ ശ്രീനു എന്ന് ചോദിച്ചു. പിന്നെ ആരാ, മാസ്ക് വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പം സിറ്റുവേഷൻ ഇങ്ങനെ മോശം. അപ്പോൾ എടുത്തിട്ട് ഞാൻ ഫോൺ എടുത്ത് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന ആളാ. അപ്പം എന്താ ആൻറ്റി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയടാ, സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്, എന്നെ വിളിക്കുന്നത് അറൗണ്ട് ഒരു 2-3 ഇയേഴ്സിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പറയില്ല, ഞാനിങ്ങനെ വയ്യാതെ കിടക്കുക. ഞാൻ പാരൻസിനോട് പറഞ്ഞിട്ടില്ല ഞാൻ അഡ്മിറ്റഡ് ആണ്, ബിക്കോസ് ദേ വിൽ പാനിക്. ഞാൻ ആദ്യമായിട്ട് ഒരാളിനോട് പറയാം. അതിനുശേഷം എവറി ഡേ ടിൽ ഐ got discharged, she used to go to temple for me, she used to pray for me. എനിക്ക് ഫോട്ടോ അയച്ചു തരും, ടെമ്പിളിൽ പോയിട്ട് എൻ്റെ പേരിൽ അർച്ചന കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് യു ആർ ഇൻ മൈ പ്രേയേഴ്സ്, യു ആർ ഗോയിങ് ടു കം ഔട്ട്. ഞാൻ ഇറങ്ങിയതിന് ശേഷം ആളിനെ പോയി കണ്ടു. കുറച്ച് നാൾക്ക് ശേഷം ആളെന്നെ വിളിച്ചത്, മോന് നല്ലൊരു ജോബ് കിട്ടി, അവൻ്റെ കല്യാണമാണ്, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. കൊറോണ ആയതുകൊണ്ട് ലിമിറ്റഡ് ഗസ്റ്റ് ലിസ്റ്റേ ഉള്ളൂ, ഐ വോണ്ട് യു ടു ബി ദയർ. ഐ വാസ് ലൈക്ക്, ഇതിലും കൂടുതലായിട്ട് എനിക്ക് ആരും ഒന്നും തരാനില്ല. വാട്ട് എവർ മണി ഐ മേക്ക് ഓൺ കോമ്പൻസേറ്റ് ഫോർ ദിസ്. ഞാൻ പാസ്സാക്കി വിട്ടൊരു കുട്ടിയുടെ അമ്മ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്ത് ആ ലിമിറ്റഡ് ഗസ്റ്റ് ലിസ്റ്റിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഐ ഡിഡ് സംതിങ് ഗ്രേറ്റ്. 50 പേരിൽ ഒരാളായിട്ട് താങ്കളെ കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത എന്തോ കാര്യം അവർക്ക് നന്നായിട്ടുണ്ട്. ദാറ്റ്സ് മൈ സക്സസ്. അപ്പോൾ ഈ ഇതുകൊണ്ട് തന്നെ ഇപ്പം ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഡൊമസ്റ്റിക് വെച്ചിട്ട് ചോദിക്കാം. നമ്മുടെ നാട്ടിലൊരു രീതി ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ 12th കഴിഞ്ഞാൽ ഉടനെ പുറത്ത് പോയി പഠിക്കുക. ഓക്കെ, പുറത്ത് പോയി പഠിക്കുക. അതായത് ഇന്ത്യൻ അഡ്മിഷൻസ് ഒന്നുമല്ല നമുക്ക് വിഷയം. പക്ഷേ ഇന്ത്യയിൽ പഠിച്ചിട്ടുള്ള പുറത്തും പഠിച്ചിട്ടുള്ള ആളുകൾ അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് പറയും. ഡിഗ്രിയൊക്കെ നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. 2 സ്ഥലത്ത് അഡ്മിഷൻസ് ചെയ്യുന്ന ഒരാളല്ലേ, എവിടെ പഠിക്കുകയാണ് നല്ലത്? എവിടെ നിങ്ങൾക്ക് ജോലി ചെയ്ത് പഠിക്കാൻ പറ്റുമോ അവിടെ പഠിക്കുന്നത് നല്ലത്. ഇന്ത്യയിലാണെങ്കിലും പറ്റും. ജോലി ചെയ്ത് പഠിക്കാൻ പറ്റുമോ? ശരിക്കും താങ്കൾ ചെയ്തു, പക്ഷേ എത്ര പേര് ചെയ്തു? എൻ്റെ ക്ലാസ് ടൈമിംഗ് വൈകുന്നേരം 3 മണി വരെയായിരുന്നു, 3:30 വരെയായിരുന്നു. ആഫ്റ്റർ 3:30 ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നൈറ്റ് 2 o'clock വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹെക്ടിക്കാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 4-5 hours വർക്ക് ചെയ്യാൻ പറ്റും, സ്റ്റിൽ പോസിബിളാണ്. ആരും ചെയ്യുന്നില്ല. പക്ഷേ അപ്പോൾ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ചോദ്യം വരില്ലേ? അപ്പോൾ പഠിച്ച് മാർക്ക് കിട്ടില്ലല്ലോ എന്നൊരു ഡൗട്ട് വരില്ലേ? അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ ബുക്കിഷ് നോളജ് അല്ല നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ലല്ലോ. നിങ്ങളുടെ ബുക്കിഷ് നോളജ് കൊണ്ട് മാത്രം നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. 2 കോൺസെപ്റ്റ് ഉണ്ട് കേട്ടോ, പറയുന്ന കാര്യം തെറ്റിദ്ധരിക്കപ്പെടരുത്. ബിക്കോസ് ഒട്ടും പഠിക്കാതെ ഫെയിലാവുന്ന ഒരാൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും കുറച്ച് പേര്. നിങ്ങൾ അങ്ങനെ കുറേ എക്സാമ്പിളൊക്കെ കേട്ടിട്ടുണ്ടാവും. അവൻ പാസ്സായിട്ടില്ല, 10th പോലും പാസ്സായിട്ടില്ല, ക്രിക്കറ്റിൽ ഹൈ ആണ് അല്ലെങ്കിൽ അതിൽ ടോപ്പാണെന്നൊക്കെ പറയുന്നുണ്ടാവും.
എത്ര പേരെ നിങ്ങൾക്കറിയാം? കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിരലിലെണ്ണാവുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അങ്ങനെ അറിയത്തുള്ളൂ. അതിലൊരാളായി നിങ്ങൾ മാറണമെങ്കിൽ അത്രയും ഹൈ എൻഡ് ലെക്ക് വേണം നിങ്ങൾക്ക്. ആ ഭാഗ്യ പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാണോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അല്ലെങ്കിൽ അല്ലെങ്കിൽ പോയി പഠിക്കുക. എഡ്യൂക്കേഷൻ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഐ മെൻറ്റ് ഈസ് മാർക്സ്. എവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുന്നു? ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി, അവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ യൂണിവേഴ്സിറ്റിയിൽ കയറി പറ്റണമെങ്കിൽ അതിൽ കയറി പറ്റിയാൽ മാത്രം നിങ്ങൾ സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്രയോ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒന്നും ചെയ്യാതെ നടക്കുന്നുണ്ട്. സോ യൂണിവേഴ്സിറ്റി ഡസ് നോട്ട് മാറ്റർ എനി മോർ ആക്ച്വലി. യെസ്, നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വെരി ഹൈ സാലറിയോടൊക്കെ കിട്ടണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല, നിങ്ങൾ പഠിച്ചിറങ്ങി നല്ല കുറച്ച് ജോബൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ബെറ്റർ കമ്പനിയിലേക്ക് അങ്ങനെ പ്ലേസ്ഡ് ആയി പോയി കഴിഞ്ഞാലും ഈ സെയിം പ്ലേസിലേക്ക് എത്താൻ പറ്റും. പോസിബിൾ അല്ലേ? അല്ല, പോസിബിളാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു എല്ലാവരും റഷ് ചെയ്യല്ലേ. നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ ഇതാവണം. ഇപ്പം എന്നോട് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഒരാളായിട്ട് എന്നോട് സംസാരിക്കുന്നത് 10-14 വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ട് അവിടെ എത്തിയേ. ആ പോയിന്റ് ആർക്കും അറിയണ്ടേ? അതറിയില്ല. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വിശ്വാസം, അത് ഞാൻ ചോദിക്കാം. ഇപ്പോൾ താങ്കളുടെ കഥ, ശ്രീനുവിൻ്റെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് അഡ്മിഷൻസ് ഒരുപാട് ചെയ്യുന്നു, ഫോറിൻ അഡ്മിഷൻസ് ഒരുപാട് ചെയ്യുന്നു, ഒരുപാട് പേർക്ക് കൺസൾട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ശ്രീനു കൊള്ളാവും, പഠിക്കണ കൂടെ തന്നെ ജോലി ചെയ്തു, രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെയാണോ അതിൻ്റെ ഒരു പോക്ക്? അല്ല, ഫസ്റ്റ് ബിസിനസ് പൊട്ടിയത് ഭയങ്കര വലിയ ലക്ഷങ്ങളുടെ നഷ്ടത്തിലാണ്. അന്ന് MBA പഠിക്കുന്നേ ഉള്ളൂ. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ട്രാവൽ ആൻഡ് ടൂറിസത്തിലാണ്. ആദ്യമായി ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിമൊക്കെ എടുത്ത്, അന്ന് ഫ്രാഞ്ചൈസി മോഡൽ എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് അത് വാങ്ങിച്ച് ബാംഗ്ലൂരിലുള്ള ഓഫീസൊക്കെ തുടങ്ങി. വിത്തിൻ 6 months പെട്ടെന്ന് സക്സസ് ആവുന്നു, വർക്ക് ചെയ്യുന്നു. കാര്യം കോളേജ് ടൈമാണ്, കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്, അടിപൊളിയായി പോകുന്നു. ആ സക്സസ്സിന് മതിമറന്ന് കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നു. ഒറ്റ സെക്കൻഡിൽ പൊട്ടിപ്പോയി. MBA ഫൈനൽ ഇയർ ആവുന്നുള്ളൂ, എന്ത് ചെയ്യണമെന്നറിയില്ല, ഈ പൈസ എങ്ങനെ റിക്കവർ ചെയ്യണമെന്ന് അറിയില്ല, അച്ഛനോട് ചോദിക്കാൻ പറ്റുന്നൊരു ബാക്കപ്പ് ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഉണ്ടാക്കിയ പൈസ പോയി, ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോയി, പ്രോഫിറ്റും പോയി. അവിടെ നിന്ന് തിരിച്ച് 2 വർഷം എടുത്തു അതൊന്ന് റിക്കവർ ചെയ്ത് ഈ കടം വീട്ടി ഒന്ന് നോർമൽ ആവാനായിട്ട്. അപ്പോഴും എൻ്റെ ഒരു എമൗണ്ട് കൊടുത്തു തീർത്തിട്ടില്ല, താൽക്കാലികം പിടിച്ച് വെക്കാനുള്ള എമൗണ്ട് ഒപ്പിച്ച് കൊടുത്തു. അതുകൊണ്ട് ഓവർനൈറ്റ് സക്സസ് ആയിട്ട് കുറേ കോടികൾ ഉണ്ടാക്കിയ ആൾക്കാർ ഐ ഡോണ്ട് തിങ്ക് ദേ വെൻ ത്രൂ എ ജെന്യുവൻ പ്ലാറ്റ്ഫോം. അതല്ലെങ്കിൽ ബാക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. ഇതിപ്പം ഒരു പ്രശ്നം വന്നാൽ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പൈസ ഉള്ളപ്പോൾ ഈസിയാണ്. അതില്ലാത്ത ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് കയറി വരാൻ ഭയങ്കര പാടാണ്. അവിടെ നിന്നില്ല, വീണ്ടും 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ബിസിനസ് ഫ്ലോപ്പായി, വീണ്ടും കൊള്ളായി. കൊറോണ സമയത്തൊക്കെ ആയപ്പോഴത്തേക്ക് ബെറ്ററായി. എനിക്ക് ഒന്ന് കൊറോണ ഒക്കെ വന്നു പോകുന്ന ആ ഒരു ഗ്യാപ്പിലല്ലേ എനിക്ക് ഇരുന്ന് ആലോചിച്ച് ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാനിത് വീണ്ടും റിക്കവർ ചെയ്തു. സോ ഓക്കെ, കുറച്ചൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ തകർച്ചയിൽ നിന്ന് കയറി വന്നതുകൊണ്ട് കയറി വരാം, നമുക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. അപ്പോൾ പല വീഴ്ച വീണു ഇഷ്ടം പോലെ, എന്നിട്ടാണ് എഴുന്നേറ്റ് നിന്നേ. ഫെയിലിയേഴ്സ് ഈസ് പാർട്ട് ഓഫ് യുവർ ജേർണി ആക്ച്വലി. ഫെയിലിയേഴ്സ് ഇല്ല സക്സസ് ആയ ഒരു വ്യക്തിയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ എ ഗ്രേറ്റ് ബാക്കപ്പ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലെഗ് ഫാക്ടറി ഈസ് ലൈക്ക് ടോപ്പ് നോച്ച്. ഇല്ല, അതൊന്നും നടക്കില്ലേ സാധനം. ബിസിനസ്സിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ഡിസിപ്ലിൻ. ഇതൊക്കെ പുറമെ ആൾക്കാർ കാണാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 24 hours നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം. മണി വിൽ വർക്ക് ഫോർ യു. ഇൻ ബിസിനസ് യു ഡോണ്ട് ഹാവ് ടു വർക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എവിടെ നിന്ന് നല്ല ഫണ്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും നന്നാകത്തില്ല. പണി തന്നെ എടുക്കണം. അതെ, പണി എടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ യു ആർ എ സക്സസ്ഫുൾ ബിസിനസ് മാൻ എനിക്ക് പറയാൻ പറ്റും. കാരണം ശ്രീനു കുറേ വീഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വർഷങ്ങളുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ട്. എല്ലാവരും പറയും 6 years ഒക്കെ കൊണ്ട് നമുക്കൊരു സ്റ്റേബിൾ ബിസിനസ്സിനെ വളർത്തിയെടുക്കാം, ഓക്കെ ആവുമെന്ന്. ശരിക്കും ഒരു ബിസിനസ്സിന് സക്സസ് ആക്കാനായിട്ട് എത്ര കൊല്ലത്തെ ഹാർഡ് വർക്കും എത്ര വീഴ്ചയൊക്കെ ശ്രീനുവിൻ്റെ കണ്ണിൽ വേണ്ടി വന്നു? എനിക്ക് ഓവർ ദ ടൈം കുറേ ഉണ്ടാവും. പക്ഷേ ഒരു ബിസിനസ്സിനെ വളർത്താനായിട്ട് ഇത്ര ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചില ആൾക്കാർക്ക് ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോൾ വിത്തിൻ മന്ത്സ് സക്സസ് ആവും, വിത്തിൻ മന്ത്സ് ബ്രേക്ക് ഈവൻ ആവും, പ്രോഫിറ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് ഓവർ ദ ടൈം ചിലപ്പോൾ 2 years 3 years ആവും. ചില ആൾക്കാർക്ക് അത് 5 years ആവും. ഇനി ഭാഗ്യമൊന്നും ഒട്ടും തൊടാത്ത എന്നെ പോലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ 10-14 വർഷം എടുക്കും. പക്ഷേ ആയിരിക്കും. ദാറ്റ്സ് യുവർ ഫോക്കസ് റൈറ്റ്. അവിടെ ആവണമെന്നുണ്ടെങ്കിൽ ആയിരിക്കും. എനിക്ക് എന്ത് വേണമെന്ന് തോന്നിയാലും എനിക്ക് കിട്ടും. പക്ഷേ എല്ലാവർക്കും 1 മാസം കഴിഞ്ഞ് കിട്ടുന്നത് എനിക്ക് 2 വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കിട്ടും. ഇഫ് ഐ ഓൺ എ കാർ ഐ വിൽ ബൈ ദാറ്റ്. പക്ഷേ ചിലപ്പോൾ എല്ലാവർക്കും വാങ്ങുന്ന ഒരു ആ വർഷം വാങ്ങണമെന്നില്ല. മേ ബി എനിക്ക് ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എനിക്ക് ഫസ്റ്റ് കാർ മേടിക്കണമെന്ന് ആഗ്രഹിച്ച് 5 വർഷം കഴിഞ്ഞാൽ മേടിച്ചത്.
അല്ലെങ്കിൽ വീട് വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞാൽ അത് പാലാച്ചാൻ പറ്റി. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ചില ആൾക്കാർക്ക് അത് ടൈം എടുക്കും. പക്ഷേ ഗ്രാജുവലി നിങ്ങളത് പകുതിക്ക് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്തും എത്തില്ല. അത് ഈ ആൾക്കാർ പഴയ ഇതിലൊക്കെ പറയും, കോട്ട്സിലൊക്കെ പറയാറില്ലേ, ലാസ്റ്റ് മൊമെൻറ്റ് വരെ പോയിട്ട് നിങ്ങൾ ഇട്ടിട്ട് വന്നു, പെട്ടെന്ന് ഒരാൾ വന്ന് കയറിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ, അതെല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ വിടാതെ ഫോക്കസ് അതിൽ തന്നെ പോയാൽ സക്സസ് ആവും. ഈ ഒരു ടൈം ഫ്രെയിം വെക്കരുത്. നിങ്ങൾ ഈ സൊസൈറ്റിയെ വിചാരിച്ചിട്ടാണ് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണം, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവണം, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കണം. എന്തിനാ? കുറച്ച് പ്രായം തെറ്റി ഇതൊക്കെ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ലേ? പിന്നെ നിങ്ങളൊരു സക്സസ്ഫുള്ളി സ്റ്റേബിളായിട്ട് നിൽക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ട്ണറിനെ കൂടെ എങ്ങനെ നോക്കും? ഓക്കെ, ഈ പാർട്ട്ണറിന് ജോലിയുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുന്നു വെച്ചോ, ഈഗോ ക്ലാഷ് ഇല്ലാതെ പോകാൻ പറ്റുമോ? പാടാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു ടൈം ഫ്രെയിം സൊസൈറ്റി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊന്നും ഇല്ലേ? യു ഡോണ്ട് ഹാവ് യുവർ ഡ്രീംസ്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ആഗ്രഹങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എന്താവണം, എങ്ങനെ ജീവിക്കണം, എന്ത് ലൈഫ് സ്റ്റൈൽ വേണമെന്ന് എനിക്കിഷ്ടമുള്ളതുപോലെ എനിക്കാവണം. അല്ലാതെ വേറൊരാൾക്ക് ഇഷ്ടമുള്ളവർ ജീവിച്ചാൽ അപ്പം എൻ്റെ ലൈഫ് എന്താ? എൻ്റെ ലൈഫിന് ഒരു വാല്യൂവും ഇല്ലേ? സെയിം ബിസിനസ്സിലെ കോൺസെപ്റ്റും. നിങ്ങൾക്ക് ഒരിടത്ത് എത്തണമെങ്കിൽ ഇറ്റ് മൈ ടേക്ക് സം മോർ ടൈം. ഇപ്പോൾ എൻ്റെ സീനിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വേറെ എനിക്കറിയുന്ന ആൾക്കാരോ ഈ ഫീൽഡിൽ ഒരു 2 വർഷം മുമ്പ് വന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഒരു പെട്ടെന്ന് സക്സസ് ആയി, പെട്ടെന്ന് റിച്ചായി, പിന്നെ എടുക്കുന്ന എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഹാപ്പൻസ്, ഗുഡ് ഫോർ ദം. അത് ലക്ക് ഫാക്ടറും അവരുടെ ഹാർഡ് വർക്കും എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിയവർക്ക്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല, അത് തന്നെയല്ല, നിങ്ങളെപ്പോലുള്ളൊരു വീണത് അവർ കണ്ടിട്ടുണ്ടല്ലോ. എക്സാക്ട്ലി. അവർക്ക് ഒരുപാട് എക്സാമ്പിൾസ് മുന്നിൽ കിടക്കും. ഒരുപാട് എക്സാമ്പിൾസ് മുന്നിൽ കിടക്കും. ഇപ്പം അവരുടെ ഫെയിലിയർ തന്നെ വേണമെന്നില്ലല്ലോ. നമ്മുടെ ഫെയിലിയർ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് എന്നിലും ബെറ്റർ ആയിട്ടുള്ള ഒത്തിരി നല്ല ആൾക്കാരുണ്ട് എൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഐ എം റിയലി ഹാപ്പി ഫോർ ദം. അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. കാര്യം ഇങ്ങനെ ചെയ്യരുത്, ഇതെനിക്ക് പറ്റി, നീ കുറച്ചും കൂടെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഇഗ്നോറൻ്റ് ആയിട്ട് എനിക്ക് 9 to 5 ജോബ് പറ്റില്ല, ഐ വോണ്ട് ടു ബി എ ബിസിനസ് പേഴ്സൺ ബിക്കോസ് ഐ ഹാവ് മൈ ടൈം. എനിക്ക് എപ്പോൾ വേണോ വരാം, എപ്പോൾ വേണോ പോവാം, എന്ത് വേണോ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ടൈമാണ്. അതാർക്കും അറിയത്തില്ല. എല്ലാവർക്കും ആളുകളുടെ വിചാരം ബിസിനസ്സുകാരന് സ്വന്തം ഡിസിഷൻ എടുക്കാമല്ലോ, അപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്നുള്ളതാണ്. ബിക്കോസ് ഒരു പോയിന്റ് ഓഫ് ഇതില്ലല്ലോ, ലൈക്ക് യു ഹാവ് ടു ബി ഇൻ ഓഫീസ് അറ്റ് 9 എന്ന് പറഞ്ഞ് പറയാൻ ആരും ഇല്ലല്ലോ. 9 പകരം 11 വന്നാലും അല്ല, ആരും ചോദിക്കാനില്ല. പക്ഷെ തെറ്റായിട്ടൊരു കാര്യം കേട്ടോ. അതെ, അതായത് എനിക്ക് സൺഡേസ് ഇല്ല, എനിക്ക് ഹോളിഡേയ്സ് ഇല്ല, ഫാമിലി ഫങ്ഷൻസ്, ഓണം ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല. എൻ്റെ ഓണം ക്രിസ്മസ് ഓഫീസ് സെലിബ്രേഷനാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിൽ നിന്ന് കളയുക. 9 to 5 ജോബിന് പകരം അല്ല ബിസിനസ്. യു വോണ്ട് ടു ഡു സംതിങ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് നിൽക്കുമ്പോൾ. ഞാൻ ഈ ജോബ് ചെയ്ത സമയത്ത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യുന്നതിനപ്പുറം 10 പേർക്ക് ജോലി കൊടുക്കണമെന്നൊരാഗ്രഹം കയറിയപ്പോഴാണ് ഞാൻ ബിസിനസ്സിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ സക്സസ് ആയി എന്ന് തോന്നുന്നു. ഇതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം 9th തന്നെ 3 തവണ അവിടെ നിൽക്കേണ്ട വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ വീട്ടുകാർ വിശ്വസിക്കാതിരുന്നതുകൊണ്ടാണ്, ബേസിക്കലി മിസ്സുമാരെ വിശ്വസിച്ചുകൊണ്ടാണ്. എക്സാക്ട്ലി. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരാളെ പിന്നീട് അവർ വിശ്വസിക്കാൻ സാധ്യത വളരെ കുറവാണല്ലോ. അതായത് നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ നാട്ടുകാർ, വീട്ടുകാർ, ഇവരെല്ലാം എതിർത്തിട്ടുണ്ടാവാമെന്ന് ഞാൻ കരുതുകയാണ്. പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എന്ത്, വീട്ടിൽ പറഞ്ഞില്ല? ഇല്ല. 12th കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയി പഠിക്കാനായിട്ട്. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ കോൾ എടുക്കാതിരിക്കുമ്പോഴൊക്കെ ക്ലാസ്സിലാണെന്ന് പറഞ്ഞത്. ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്യുമായിരുന്നു. വീട്ടുകാരെ അറിയിച്ചില്ല? അച്ഛനും അമ്മയും എല്ലാം ഒമാനിൽ തന്നെ ആയിരുന്നു. അച്ഛൻ, എൻ്റെ സിസ്റ്റർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അച്ഛന് അച്ഛൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഇട്ടിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ പോയിട്ട് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ബിസിനസ് സൈഡ് ബൈ ചെയ്യുന്നതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബിസിനസ്സിലെ ഫസ്റ്റ് ഫോൾ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയത് സമയത്താണ് അതെ ഒരു ചെറിയ പാളിച്ചുണ്ടായിട്ടോ, ചെറുതായിട്ട് കുറച്ച് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ അടുത്ത് ഫുൾ സ്റ്റോറി ചോദിച്ചു, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ റിക്കവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ചില്ല. പക്ഷെ അവർ പേടിക്കോ, ഇത് ഇതോടുകൂടി നിർത്തിക്കോണം, ഇനി പരിപാടിക്ക് ഇറങ്ങരുത്, പറച്ചിലൊന്നും ഉണ്ടായില്ല? ചാൻസ് കൊടുത്തില്ല. ഒത്തിരി ലേറ്റ് ആയിപ്പോയി, അവർക്ക് പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോഴത്തേക്കും വൈകിപ്പോയി. ഇനിയിപ്പോൾ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാധ്യത അവരുടെ തലയിലാവുമല്ലോ. തെളിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക. ഏറെക്കുറെ ഇപ്പം അങ്ങനെയായി. അതിനുശേഷം ശരിക്കും ഇതിലൊരു കോൺഫിഡൻസ് വരണമല്ലോ. അതായത് നമ്മൾ എത്ര ഒരു പരാജയം ഓക്കെ, 2ാം പരാജയത്തിൽ നിന്നും കടന്നു വരുന്നവരുണ്ട്, 3ാം പരാജയം വന്നിട്ട് കയറി വരുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അപാരമായിട്ടുള്ള ഒരു വിൽ പവർ വേണം. തൊലിക്കട്ടിയും വിൽ പവർ എല്ലാം കൂടി വേണം. പക്ഷെ അതിനുള്ളൊരു
ഒരു വിശ്വാസം നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് വേണം, ഇനിയും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത്. അത് ആ ഫാക്ടർ എന്തായിരുന്നു? ഇത് പറയാൻ പറ്റും എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിയലൈസ് ചെയ്തപ്പോഴാണ് അത് മാറിയത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെയിലിയേഴ്സ് ഉള്ളിൽ ട്രോമയായിട്ട് തന്നെ കിടക്കും. നമ്മൾ കൂടെ പഠിച്ച കുട്ടികൾ ഒരു ക്ലാസ് മുന്നേ ഇരിക്കുന്നത് തന്നെ പറ്റില്ല, 2 ക്ലാസ് മുന്നേ ഇരിക്കുന്നതോ അവർ പാസ് ഔട്ടായി ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് 9th തന്നെ പഠിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ? ആലോചിച്ച് നോക്കി. അവർ +1 പഠിക്കുമ്പോഴും നമ്മൾ 9th. എൻ്റെ തലയിൽ എന്തായിരിക്കും ഓടിയിട്ടുണ്ടാവുക? ഹൗ ഡു യൂസ് സൂയിസൈഡിലേക്ക് എങ്ങനെ ആൾക്കാർ പോകുന്നതെന്ന് അപ്പം എനിക്ക് മനസ്സിലായി. സത്യത്തിൽ അത്രയും വലിയ പരാജയം പിന്നെ വന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടുതലൊന്നും വരാനില്ല. ആ ചെറിയ പ്രായത്തിൽ ഇത് എന്തൊരു ഇൻസൾട്ടാന്ന് നോക്കേ. പക്ഷെ 3rd ബാച്ചിലെ കുട്ടികൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവരൊരിക്കലും ഒരു ഫെയിലിയറായിട്ട് കണ്ടില്ല. പെട്ടെന്ന് ബ്ലെൻഡിനായി ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇപ്പം എൻ്റെ കൂടെ ആക്ച്വലി സ്കൂളിലേക്ക് വന്നത് അവരാണ് കേട്ടോ, എൻ്റെ സീനിയർ ബാച്ച് അല്ല. അപ്പോൾ ഐ മീൻ എൻ്റെ ഓൾഡ് ബാച്ച് അല്ല. അപ്പോൾ അങ്ങനെ പോലും പറയാൻ പറ്റില്ല. അയ്യോ, സ്കൂളിൽ പോകുമ്പോൾ എല്ലാവർക്കും എനിക്ക് എല്ലാവരും അറിയാം, എത്ര ബാച്ചിൻ്റെ കൂടെ പഠിച്ച്. ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എൻ്റെ എല്ലാവരും എൻ്റെ കൂടെ പഠിച്ച. അപ്പോൾ ശരിയാണ് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ ബിസിനസ്സൊക്കെ വരുമ്പോൾ കുറേ കൂടി മെച്യൂരിറ്റി ആയി ഇതൊക്കെ എന്തെന്ന് പറയാവുന്ന ഒരു ലെവലിലോട്ട് എത്തി. വലിയ ഫോളൊക്കെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ എന്നോട് പറയുമ്പോൾ കുഴപ്പമില്ല, ശരിയാവും. ഇതിലും വരുത് ഇതിലുപരി താങ്കൾ ജോലിക്കല്ല പോയത്, ബിസിനസ്സിലോട്ടാണല്ലോ വന്നത്. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്ന് അതിലൊരു കറക്ഷൻ ഞാൻ ചെയ്തോട്ടെ. ഞാൻ നേരിട്ട് ബിസിനസ്സിലോട്ട് വന്നിട്ടില്ല. ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബിസിനസ് പൊട്ടുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. ഞാൻ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നത്. അത് ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ രാവിലെ ക്ലാസ്സിന് പോകണം, വൈകുന്നേരം ജോലിക്ക് പോകണം, രാത്രി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം, രാവിലെ ഇതിന് മെയിലും കാര്യങ്ങൾ അയക്കണം, എന്നിട്ട് ക്ലാസ്സിലിരിക്കണം, ക്ലാസ്സിലെ ബ്രേക്കിൻ്റെ സമയത്ത് ഇത് വിളിച്ച് കോർഡിനേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വരികയാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഓടി അവിടെ പോയി നോക്കിയിട്ട് തിരിച്ച് വരണം. ഇങ്ങനൊരു മൊമെൻറ്റിൽ ഒരു വട്ട് പിടിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഒന്നിലേക്കും ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ കൂടെ ഇപ്പോൾ ഈ ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അവരൊന്നും വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഓൾ യു ഹാവ് ടു ഡു ഈസ് ദാറ്റ് വർക്ക്, വേറെ ഒന്നുമില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ് പഠിക്കുന്നതുകൊണ്ട് പ്രൊജക്ട്സ് ഉണ്ടാവും, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. ടീച്ചറിനെയൊക്കെ സോപ്പിട്ട് ചാക്കിലാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. യു ഹാവ് ടു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. അതാണ് പ്രത്യേകത. അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ്. ഇനി ഒന്നിനും എന്നെ തകർക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി അടുത്തത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള എൻ്റെ ഒരു സംശയമാണ്. നമ്മുടെ പയ്യന്മാർ, പെൺപിള്ളേരെല്ലാം പോവാം, എല്ലാവരും പുറത്തു പോയി പഠിക്കുക. അതായത് കേരളത്തിന് പുറത്തോട്ട് രക്ഷപ്പെട്ടു പോവാ അവർ രക്ഷപ്പെട്ടു പോവാ. വാക്കതാണ് രക്ഷപ്പെടുക, എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവുക. ഈ 2 വാക്കുകൾ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പിള്ളേർ പോകുന്നത് വെച്ച് കണ്ടിട്ട് ഈ 2 വാക്കുകൾ ശരിക്കും നമ്മളാ വിചാരിക്കുന്ന ഡെഫിനിഷൻ അത് പിള്ളേർക്ക് കിട്ടുന്നുണ്ടോ? അതായത് രക്ഷപ്പെടുക, സെറ്റിലാവുക, ഇതിപ്പോൾ നടക്കുന്നുണ്ടോ? പോകുന്നവരത്തോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ആൻസർ യുവർ സെൽഫ്. വൈ? നിങ്ങൾ പൈസ ഉണ്ടാക്കാനാണ് പോകുന്നത്, നിങ്ങളിവിടെ സാമ്പത്തികമായിട്ട് വളരെ ലോയിൽ നിൽക്കുന്ന ഒരാളാണ്, ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് കുറേ ലോൺ എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ലോൺ വീട്ടിയിട്ട് തിരിച്ചു വരാനാണോ പോകുന്നത്? ഇതിനെന്തിനാ പോയേ? മിക്ക ആൾക്കാരും അത് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കുറച്ച് വർഷം കഴിയുമ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ലോൺ വീട്ടിയിട്ട് തിരിച്ചു വരും. പിന്നെ ലോൺ എടുത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നവരോട് എപ്പോഴും ഞാൻ പറയുന്നത്, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടും, പഠിക്കുന്നതിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മൾട്ടിപ്പിൾ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടും. ഇപ്പോൾ എനിക്കൊരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഓഫീസിൽ ഇന്ന് മെയിൽ അയച്ചായിരുന്നു, അത് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്കതൊരു നോർമൽ കാര്യമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അത് ഇറിറ്റേഷനായി മാറും. എനിക്ക് പക്ഷേ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരേ സെക്കൻഡിൽ പോകുന്നത് നോർമലൈസ്ഡായി. ഞാൻ അങ്ങനെ ആവണമെങ്കിൽ യു ഹാവ് ടു വർക്ക്. പഠിച്ചാൽ മാത്രം പോരാ. ശരി, ഇത് പഠിക്കുന്നവരുടെ കാര്യം. പക്ഷെ പഠിക്കാൻ വേണ്ടി മാത്രം എത്ര പേര് നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്? ഒരു 90% ആൾക്കാരും പഠിക്കാൻ വേണ്ടിയല്ല വരുന്നത്. പുറത്ത് പോകണം, ജോലി എടുത്ത് രക്ഷപ്പെടണം, അതിനെന്ത് പഠിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനൊരു കോഴ്സ് ഇല്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ കോൺസെപ്റ്റ്സ് ആദ്യം കളയണം. നിങ്ങൾ പുറത്ത് പോകുന്നത് പഠിച്ച് ഡിഗ്രി നേടി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയെങ്കിലും വെച്ച് വലിയൊരു ജോലി മേടിക്കാനല്ല. അങ്ങനെ വിചാരിച്ചല്ല നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല. അങ്ങനെയുണ്ടല്ലേ? നിങ്ങൾ പൈസ കിട്ടുന്ന കോളേജസ് ആണ് കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. അപ്പം യൂഷ്വലി കൺസൾട്ടൻസ് പറയുന്നത്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വരിക, ഇന്ന രാജ്യത്ത് ഇന്ന കോഴ്സുകൾ പഠിക്കുക, ഇന്ന കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ്ലി ജോലി കിട്ടും, നിങ്ങൾക്ക് ഇവിടെ PR കിട്ടും, നിങ്ങളുടെ ലൈഫ് സെറ്റ് എന്നാണ് പറഞ്ഞു കൊടുക്കുക. വളരെ കറക്റ്റാണ്. പക്ഷേ ഇതൊന്നും എല്ലാവർക്കും പ്രാക്ടിക്കലി ഇതെങ്ങനെ എല്ലാവർക്കും വർക്കൗട്ട് ആവുക?
ഇപ്പോൾ നമ്മൾ ജർമ്മനിയിലേക്ക് കുട്ടികളെ വിടുന്നുണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് മാൻഡേറ്ററി ആയ കുട്ടികൾക്കല്ലേ പുറത്ത് പോകാൻ പറ്റുക. ഇനി അവിടെ ചെന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് മാൻഡേറ്ററി. ജർമ്മൻ ഇല്ലാതെ പറ്റില്ലല്ലോ. ഈ ജർമ്മനിലുള്ള ആൾക്കാരത്തോട് ഞാൻ ചോദിക്കുന്നത്, ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ സ്ലാങ് വ്യത്യാസമുള്ളതുപോലെ ജർമ്മൻ സ്ലാങ് ഡിഫറെൻ്റ് ആണ്. അതെ, നിങ്ങൾക്ക് ഒരേ സ്ലാങ് വെച്ച് എല്ലായിടത്തും നിൽക്കാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ ഈ സ്ലാങ് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും? പാടാ, പ്രത്യേകിച്ച് ഭയങ്കര പാടാണ്. അവിടെ ചെന്ന് നിന്ന് കുറേ നാളത്തെ എക്സ്പീരിയൻസിൽ സംസാരിച്ചിട്ടേ സ്ലാങ് കിട്ടുള്ളൂ. ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മാത്രം ആ സ്ലാങ് ഒന്നും വരില്ല. കറക്റ്റ് അല്ലേ? എന്ന് മാത്രമല്ല, ഫങ്ഷണൽ ജർമ്മനിലേ നമ്മൾ എത്തുള്ളൂ. എക്സാക്ട്ലി. മാതൃഭാഷ പോലെ ഒരിക്കലും നമുക്ക് വരില്ല. സംസാരിക്കില്ല. ഇംഗ്ലീഷ് പോലും എത്ര പലർക്കും വർഷം നിൽക്കണം അങ്ങനെ വരാനായിട്ട്? അപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ പറയുകയാണ് നിങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നാളെ ലക്ഷങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക് പ്രോമിസ് അല്ലേ? ചിന്തിക്കുന്ന പോലും ഇല്ല ആൾക്കാർ. ഇതൊന്നും ചിന്തിക്കില്ല. ഇപ്പം ജെന്യുവനായിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചോ, എനിക്ക് അഡ്മിഷൻ വരില്ല. പകരം തൊട്ടപ്പുറത്ത് നിന്ന് ഒരുത്തം പറയാണ് നിങ്ങൾ ഒരു 1.5 lakhs എനിക്ക് താ, എന്നാൽ നാളെ നിങ്ങളെ ഒരു 6 മാസം കോഴ്സ് കഴിഞ്ഞ് ജർമ്മനിയിലോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് മന്ത്ലി 2 lakhs സാലറിയോടുകൂടി പ്ലേസ് ചെയ്യാം. കടം മേടിച്ച് 1.5 lakhs ആയിട്ട് നാളെ ഓഫീസിലോട്ട് പോകും. ഒന്ന് ആലോചിച്ചുകൂടെ? അങ്ങനെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ നാട്ടുകാർ മൊത്തം അവിടെ പോയി നിൽക്കില്ലേ? ആൾക്കാർക്ക് അത് ചിന്തിക്കാനുള്ളൊരു ടൈം എടുക്കുന്നില്ല, ആൾക്കാർക്ക് അത് ചിന്തിക്കാനുള്ളൊരു സമയമില്ല, അല്ലെങ്കിൽ ദാറ്റ് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് ഇട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഫേക്ക് പ്രോമിസസിൽ ആൾക്കാർ പോയി ചാടുന്നതാണ്. എല്ലാവരും ജെന്യുവനായിട്ടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കൂടെ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, യു ആർ നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗൺ. ആരും നിങ്ങളടുത്ത് പറയുന്നില്ല, മറ്റേ തോക്ക് വെച്ചിട്ട് പറയുന്നില്ല യു ഹാവ് ടു കം ആൻഡ് പേ ദിസ് മച്ച്. നിങ്ങളാണ് ക്യാഷ് കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം, നമ്മൾ മനസ്സിലൊരു കൊട്ടാരം കിട്ടി, ഈ കൊട്ടാരം കൊണ്ട് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് വരണം. അപ്പോൾ ആർക്കിടെക്റ്റ് പറയണം ഇതേ കൊട്ടാരമാണ് നമ്മൾ ഒരുമിച്ച് കെട്ടാൻ പോണേ, പൈസ മാത്രം മതി. സ്വാഭാവികമായും അത് സംഭവിക്കില്ലേ? അതിൽ ചെറിയൊരു ചേഞ്ച് കൂടെ ഞാൻ വരുത്തിയാൽ സംഭവിക്കും. ഈ കൊട്ടാരം കെട്ടുമ്പോൾ ആർക്കിടെക്റ്റ് മാത്രം കൂടെ ഉണ്ടായാൽ പോരാ. സ്വപ്നം കൊണ്ട് പോകുന്നവൻ ത്രൂ ഔട്ട് ഇതിൻ്റെ കൂടെ നിൽക്കണം. ആർക്കിടെക്റ്റിന് കൊണ്ട് ക്യാഷ് കൊടുത്തു, ഈ സ്വപ്നത്തിലുള്ള പിക്ചർ വരച്ചു കൊടുത്തു, നിങ്ങൾ എങ്ങോട്ടോ പോയി. ഒരു 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ കൊട്ടാരത്തിന് താഴെ കുടിലായിരിക്കും ഇരിക്കുന്നത്. വിൽ യു ബി ഓക്കെ വിത്ത് ഇറ്റ്? അങ്ങനെ പറയല്ലേ. അപ്പോൾ സ്വപ്നം കാണുന്നവന് അതിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ബോധം ഉണ്ടാവണം. ഒരു ആർക്കിടെക്റ്റിന് ക്യാഷ് കൊടുത്ത് കൊട്ടാരം പണിയുന്നവൻ അതിൻ്റെ വിൻഡോസിൽസിലെ കളർ പോലും കൂടെ നിന്ന് സെലക്ട് ചെയ്യണം. ആർക്കിടെക്റ്റിൻ്റെ ജോലിയാണത്, അവൻ്റെ സ്വപ്നമല്ലത്. പക്ഷെ ഇത്രയും ആരും പറഞ്ഞു കൊടുക്കാറുമില്ല. പിന്നെ അതിലുപരി ഒരു പ്രായമായ സ്വയം ചിന്തിക്കാനുള്ള ബോധം നമുക്ക് വേണ്ടതാണ്. എന്നാലും ആളുകൾ മനസ്സിലാക്കുന്നില്ല. നേരത്തെ നമ്മളൊരു ലോണിൻ്റെ കാര്യം സംസാരിച്ചത് ഞാൻ പറയട്ടെ. ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടതാണ്, പുറത്ത് പോയി പഠിക്കാനായിട്ട് ഇത്ര ലക്ഷം രൂപ വരും, ഒരു 35 to 50 lakhs എടുത്തിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല കൺസൾട്ടൻസീസും പറയുന്നതാണ് അതതിൻ്റെ കൂടെ പാർട്ട് ടൈം ജോലി എടുക്കുന്നു. പാർട്ട് ടൈം ജോലി കൊണ്ട് നിങ്ങൾ 1-2 കൊല്ലം കൊണ്ട് നിങ്ങൾ ലോൺ അടച്ചു തീർക്കുന്നു. ഈ ലോൺ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവണം മുഴുവൻ നമ്മുടെ കയ്യിലോട്ട് വരികയല്ലേ എക്സാക്ട്ലി എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയല്ല. 2 ഇൻസ്റ്റൻസും പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ അയച്ച കുട്ടികളിൽ നന്നായി വർക്ക് ചെയ്യുന്ന, മൾട്ടിപ്പിൾ പാർട്ട് ടൈം ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന, കഷ്ടപ്പെടുന്ന, പോയി വിത്തിൻ ഫ്യൂ മന്ത്സ് കടമെല്ലാം വീട്ടി സ്വന്തം കാര്യം നോക്കി നിന്നിട്ട് മന്ത്ലി വീട്ടിലോട്ടും കൂടെ പൈസ അയക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഫ്രീക്വൻ്റ്ലി എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ചേട്ടാ ഞാൻ ഇത്ര രൂപ വീട്ടിൽ നിന്ന് അയച്ചായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വിളിക്കുമ്പോൾ പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിവ്യൂ എടുക്കണമല്ലോ. അതേസമയം 2 വർഷമായിട്ട് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും ഒരു ജോലി കിട്ടാത്ത, ഇന്നും ഒരിടത്തും പ്ലേസ്ഡ് ആവാത്ത കുട്ടികളുണ്ട്. ഇത് അവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ പോയ രാജ്യത്തിൻ്റെ പ്രോബ്ലമോ അല്ല, നിങ്ങൾ നേരെ നോക്കാത്തതിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ടൊന്നൊരു പ്ലാറ്ററിൽ ആരും കൊണ്ട് ജോലിയൊന്നും തരില്ല. അങ്ങനെ പ്രോമിസ് ചെയ്യുന്ന കൺസൾട്ടൻസീസ് ഉണ്ടാവും. അത് പോസിബിൾ ആണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അവിടെ ചെന്ന് ഒരു ഹോസ്റ്റലിൽ പോയി ഇരിക്കുകയാണ്, നാളെ ഒന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് സർ യുവർ ജോബ് ഈസ് റെഡി. കൊതിയാവണം. അങ്ങനെ ഇല്ല അല്ലേ? വർക്ക് ഫോർ ഇറ്റ്. കഷ്ടപ്പാടാണ്. നിങ്ങൾ അവിടെ ചെന്ന് ഓക്കെ, ഇവിടെ നിന്ന് എല്ലാവരും കളിയാക്കി പറയുന്നുണ്ട് അവിടെ ചെന്ന് പ്ലേറ്റ് കഴുകുകയല്ലേ, അവിടെ ചെന്ന് അക്കൗണ്ട്സിൽ അത് ചെയ്യല്ലേ. ഓക്കെ, നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പ്ലേറ്റ് കഴുകുന്ന ജോലിക്കാണ് കയറിയെന്ന് തന്നെ ഇരിക്കട്ടെ, യു ഗെറ്റിംഗ് പെയ്ഡ്. ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ജോബ് നോക്കിക്കൂടെ? അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കഷ്ടപ്പെടാനല്ലല്ലോ വിദേശത്ത് പോകണേ. അവിടെ ചെല്ലുന്ന നിങ്ങൾ വൈറ്റ് കോളർ ജോബ് മതി നമുക്ക് കേട്ടോ. ആ ലക്ഷങ്ങൾ കൊടുക്കാതെ ഡെപ്പോസിറ്റ് ചെയ്താൽ മാസം ഇൻട്രസ്റ്റ് കിട്ടും, അത് മേടിച്ച് വീട്ടിൽ ഇരുന്നാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. വിദേശത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേർ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള പിള്ളേരോട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ശ്രീനുവിന് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോയിട്ട് തിരിച്ചു വരണമെന്ന്. എനിക്ക് ആൾക്കാർ അവിടെ പോയി സെറ്റിൽ ആവാന്ന് പറയുമ്പോൾ എന്തോ ഒരു ദാറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ടു ഡു. നിങ്ങൾ ആ രാജ്യക്കാരല്ലല്ലോ, നമ്മുടെ നാട് ഇതല്ലേ, നമ്മുടെ റൂട്ട്സ് ഇവിടെയാ.
നമ്മുടെ റൂട്ട്സ് എക്സാക്ട് നമ്മുടെ റൂട്ട്സ് ഇവിടെയല്ലേ, എക്സാക്ട് വേർഡ്സ് അത്. നിങ്ങൾ പുറത്ത് എപ്പോഴും സെക്കൻഡ് സിറ്റിസൺ അല്ലേ, വെദർ യു ഗെറ്റ് PR, വെദർ യു ബി എ സിറ്റിസൺ, അവിടെ നിങ്ങൾ എപ്പോഴും സെക്കൻഡ് സിറ്റിസൺ അല്ലേ. ഇത് മനസ്സിലാവും ഈ നിറം. ട്രൂ, എക്സാക്ട്. അതവർ എപ്പോഴും അങ്ങനെ കാണത്തുള്ളൂ, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ഓർമ്മിപ്പിക്കാനുള്ള ഇൻസിഡൻസ് അവർ തന്നെ ഉണ്ടാക്കി തരും. എന്നിട്ട് നാണം കെട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്ന കുറച്ച് പൈസ ഉണ്ടാക്കാനല്ലേ. എന്നാൽ ഇതേ പോകുന്ന നിങ്ങൾ നല്ല അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് കണ്ടുപിടിച്ച് അവിടുത്തെ കറക്റ്റ് പോയ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടി അവിടെ നിന്ന് നല്ല ഐഡിയാസും മറ്റു കാര്യങ്ങളും ആയിട്ട് മേ ബി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 years അവിടെ കൂടെ വർക്ക് ചെയ്തിട്ട് പാക്കപ്പ് ആൻഡ് കം ബാക്ക്. നോട്ട് എൻ ഈസി പിൽ ടു സ്വോളോ, പക്ഷേ ദാറ്റ് ഷുഡ് ബി ദി റൈറ്റ് വേ. ദാറ്റ് ഈസ് എ റൈറ്റ് വേ. നിങ്ങൾ ആ രാജ്യത്തേക്ക് പോകുന്നത് അവിടെ സെറ്റിൽ ആവാനെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ മറന്നു പോകുന്നു. സെറ്റിൽ ആവാന്ന് പറഞ്ഞാൽ പോണേ, അല്ല എന്നോട് പറയാത്ത, എന്നോട് പറഞ്ഞിട്ടില്ല, എംബസിയോടും പറഞ്ഞിട്ടില്ല, പറയാത്തതാ. പഠിക്കാനെന്ന് പറഞ്ഞ് പോവും, സെറ്റിൽ ആവും. അത് ചുമ്മാ പറയണതാ. ഉദ്ദേശം PR, സെറ്റിൽ ചെയ്യുക, നിങ്ങൾ സിറ്റിസൺ ആവുക, മക്കൾ നന്നായി വളരുക, ഇതൊക്കെയാണ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തളർച്ചകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തളർന്നു പോകുന്ന, വീണ് പോകുന്ന, വീട്ടിൽ നിന്നൊരു സപ്പോർട്ടും കിട്ടുന്നില്ല, സ്കൂളിൽ നിന്നൊരു സപ്പോർട്ടും കിട്ടുന്നില്ല, ജീവിതത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, തളർന്നു പോയി നിൽക്കുന്ന ആളുകളോട് അതിൽ കൂടെ എല്ലാം കടന്നുപോയി വിജയിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ ശ്രീനു എന്താ പറയുക? ഇവരാരും നിങ്ങളെ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇതെല്ലാം ഒരു ഷോ ആണ്. വെദർ ഇറ്റ്സ് യുവർ മോം, യുവർ ഡാഡ്, യുവർ സിസ്റ്റർ, യുവർ വൈഫ്, യുവർ ഹസ്ബൻഡ്, ഹൂവർ ഇറ്റ് ഈസ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുന്നതാണ്. നിങ്ങളെ ആക്ച്വലി സപ്പോർട്ട് ചെയ്യാൻ അവർക്കൊന്നും പറ്റില്ല. നിങ്ങൾ വീഴുന്നു പോകുന്ന സമയത്ത്, കരയുന്ന സമയത്ത് എൻ്റെ ഷോൾഡറിൽ കിടന്ന് കരഞ്ഞോ എന്ന് പറഞ്ഞൊന്ന് തലോടി കൊടുക്കാൻ പറ്റും, ഒരു 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 എന്താ പറയുക, സാന്ത്വനിപ്പിക്കാനായിട്ട് മേ ബി കുറച്ച് ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പറ്റും. ദി കാൺട്ട് വാക്ക് യുവർ പാത്ത്. നിങ്ങൾ തന്നെ സ്ട്രഗിൾ ചെയ്യണം, നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങൾ തന്നെ കയറി വരണം. നിങ്ങൾ തകർന്നു എന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ബോധ്യപ്പെടുന്നൊരു ദിവസം ടേക്ക് എ ബ്രേക്ക്. നല്ല ഏതെങ്കിലും ഒരു ഫുഡ് മേടിച്ച് കഴിക്കുക, പക്ഷേ ഗോ ഫോർ എ മൂവി, കം ബാക്ക് അല്ലേ, റിലാക്സ് ചെയ്യൂ, ബ്രീത്ത്. ഈ തെറ്റിയെന്ന് പറഞ്ഞ് നശിച്ചു പോയി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ബ്രേക്കിന് ശേഷം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയിൽ ഗ്ലാമറസായിട്ട് വന്ന് ഇറങ്ങി ഷോ കാണിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ഹൈ ഒന്നും ആർക്കും തരാൻ കഴിയില്ല എന്ന് എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ദ മൊമെൻറ്റ് യു വേക്ക് അപ്പ്, ലുക്ക് അറ്റ് ദ മിറർ ആൻഡ് സേ, നാളെ നിങ്ങൾ വരാൻ പോകുന്ന ആ ഒരു വരവുണ്ടല്ലോ, നമ്മുടെ ഒരു ഷോ ഉണ്ടല്ലോ, അതെപ്പോഴും മനസ്സിലിങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എത്തും. യുവർ മൈൻഡ് ഈസ് യുവർ വെപ്പൺ. എന്ത് വിചാരിക്കുന്നോ അത് തന്നെ കിട്ടും. നെഗറ്റീവ് വിചാരിച്ചാൽ നെഗറ്റീവായി പോവും, പോസിറ്റീവ് വിചാരിച്ചാൽ പോസിറ്റീവ് ആവും. എല്ലാവർക്കും പോസിറ്റീവ് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മൈൻഡ് എപ്പോഴും ഡബിൾ ഗെയിം കളിക്കും. നിങ്ങളുടെ വില്ലൻ നിങ്ങളുടെ തന്നെയാണ്. ഡിസൈഡ് വാട്ട് യു വാണ്ട്, ഫോക്കസ് ഓൺ ഇറ്റ്, റിമൈൻഡ് ഇറ്റ് യുവർ സെൽഫ്, വർക്ക് ഫോർ ഇറ്റ്. പട്ടിപ്പണി എടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി, ഇവിടെ എത്തും. എനിക്ക് എത്താൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. എനിക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണെങ്കിൽ യു ആർ ഓൾറെഡി ദർ. ദാറ്റ്സ് ഗുഡ്. ഇത് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീനു, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഇനിയും ഒരുപാട് കുട്ടികളെ ഉയരങ്ങളിൽ എത്തിക്കാനായിട്ട് താങ്കൾക്ക് സാധിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കാറ്. താങ്ക് യു സോ മച്ച്.